KGMയുടെ സംസ്ഥാന നേതാക്കന്മാരെ, അതുപോലെ തന്നെ ഇന്ന് ഈ സെഷനിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തനം കൂടിയായിട്ടുള്ള ഡോക്ടർ റഹീമുദ്ദീൻ, അതേപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് ആശംസ പറഞ്ഞ സീനിയർ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ റസാഖ്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഡോക്ടർ അരുൺ കിഷോർ സാറും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാറിനെയും ഞാൻ ഇതിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി പ്രൊഫസറായിരുന്ന ഡോക്ടർ അരുൺ കിഷോർ സാർ ഇപ്പോൾ UK കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സാറിനെയും സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ പല വേദികളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് അൺപ്രൊഫഷണൽ ബിഹേവിയേഴ്സ് എമംഗ് ഡോക്ടേഴ്സ് എന്നുള്ളത്, അത് സാധാരണയായിട്ട് അത് പല വേദികളിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്, പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടെയെല്ലാം കാണുന്ന ഒരു പ്രത്യേകത, വളരെ നെഗറ്റീവായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാറുള്ളത് എന്നതാണ് വാസ്തവം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ തന്നെ ഡോക്ടർമാരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഡോക്ടർമാരെ വിചാരണ ചെയ്യുന്ന രീതിയിൽ, മൊത്തം ജനറലൈസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ മെന്റൽ ഹെൽത്ത് വിങ് ഈ ടോപ്പിക് എടുക്കാൻ കാരണം, ഇത്തരത്തിലുള്ള ബിഹേവിയർ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിനെന്താണ് കാരണങ്ങൾ, ആ ബിഹേവിയറിലുള്ള കാരണങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ കാരണങ്ങളാണ് എന്നും, അത്തരം ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരെ, അത്തരം ബിഹേവിയറുകൾ കാണിക്കുന്ന ഡോക്ടർമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് അവർക്ക് എങ്ങനെ നല്ല രീതിയിലേക്ക് മാർഗനിർദ്ദേശം നൽകി ഈ സിസ്റ്റത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട്, ആക്ഷൻസ് ദാറ്റ് വയലേറ്റ്സ് ദ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഈ അൺപ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? It can lead to impaired communication, dysfunctional team collaboration, and also it negatively impact patient care, damage to the reputation of profession. സാധാരണയായിട്ട് നമ്മുടെ പ്രൊഫഷനിലെ, ഈ മെഡിക്കൽ പ്രൊഫഷനിലെ ഡോക്ടർമാരാണ് ആ ഒരു പ്രൊഫഷന്റെ ടീം ലീഡർ എന്ന് പറയുന്നത്. നമ്മളൊരു ഷിപ്പാണെങ്കിൽ ആ ഷിപ്പിലെ ക്യാപ്റ്റൻ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഷിപ്പാണെങ്കിൽ അതിലെ ക്യാപ്റ്റനാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിഹേവിയർ, നമ്മൾ എല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട ഒരു ടീം ക്യാപ്റ്റനാണ്. അപ്പൊ നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം അൾട്ടിമേറ്റ്ലി പേഷ്യന്റ് കെയറിനും പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ വരെ ബാധിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ അത്തരത്തിലുള്ള ബിഹേവിയറുകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളെ സാധാരണയായിട്ട് ഈ മെഡിക്കൽ പ്രൊഫഷനിൽ നമ്മളെ പഠന കാലയളവിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് നമ്മൾ ഈ ടെക്നിക്കൽ കോമ്പിറ്റൻസിയും നോളജും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സോഫ്റ്റ് സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ്, ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോ കുറച്ച് പുതിയ കരിക്കുലത്തിലൊക്കെ അതിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സോഫ്റ്റ് സ്കില്ല്, ടീം ലീഡർഷിപ്പ്, എങ്ങനെ ഒന്നിച്ചൊരു ടീമിനെ കൊണ്ടുപോകാൻ പറ്റും, പിന്നെ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം, ഇങ്ങനെയുള്ളൊരു പുതിയ കരിക്കുലത്തിലേക്ക് അതിലേക്കും കൂടി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡെവലപ്ഡ് കൺട്രീസിലെ അമേരിക്കയും അതുപോലെ തന്നെ UK, ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇപ്പോ പുതുതായി എടുക്കുന്ന മെഡിക്കൽ പ്രൊഫഷനിലെ, പുതുതായി എടുക്കുന്ന മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ടെസ്റ്റിലൊക്കെ തന്നെ ഈ ടെസ്റ്റില് നമ്മൾ ഈ പ്യുവറായിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകളിലെ മാർക്കും കോമ്പിറ്റൻസിയും മാത്രമല്ല, അതിനു പുറമെ നമ്മൾ കുറച്ച് ഇതുപോലെയുള്ള സോഫ്റ്റ് സ്കിൽ, ഹ്യൂമാനിറ്റേറിയൻ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി, ആ രീതിയിലുള്ള ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ചില അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് അവർ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പോലും ഇത്തരം കാര്യത്തിലേക്ക്, ഇങ്ങനെയുള്ള
വ്യക്തികളെയാണ് ഈ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കേണ്ടത്, എടുക്കേണ്ടത് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണലിസം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് ഒരു 3 മെയിൻ പില്ലേഴ്സ് ആണ് പറയുന്നത്. അതിലൊന്ന് ക്ലിനിക്കൽ കോമ്പിറ്റൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എത്തിക്സ് ആൻഡ് ലീഗൽ പ്രാക്ടീസ്. ഇതാണ് നമ്മളെ പ്രൊഫഷണൽസിന്റെ 3 പില്ലേഴ്സ് തന്നെ. അനദർ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് സ്ട്രൈവിംഗ് ഫോർ എക്സലൻസ്, ഹ്യൂമനിസം, അക്കൗണ്ടബിലിറ്റി, ബീയിങ് അൾട്രൂയിസ്റ്റിക് എന്നുള്ളതാണ്. സ്ട്രൈവിംഗ് ഫോർ എക്സലൻസ്, ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ പ്രൊഫഷണലിസത്തിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നത് ഈ ക്ലിനിക്കൽ കോമ്പിറ്റൻസിൽ മാത്രമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലോ അതുപോലെ തന്നെ ഹ്യൂമനിസത്തിലോ നമ്മൾ ശ്രദ്ധ അധികം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമ്മുടെ വാട്ട് ആർ ദ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. സാധാരണയായിട്ട് നമ്മൾ സാധാരണ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് കാണുന്നത് ഇത്തരത്തിലുള്ളതാണ്. നമ്മൾ ഒരു യെല്ലിങ് ഓർ റേസിംഗ് വോയിസ്, അബ്യൂസീവ് ലാംഗ്വേജ്, ഡിസ്റെസ്പെക്ട്, ബിറേറ്റിംഗ്, അബ്യൂസീവ് ആങ്കർ, ഇൻസൾട്ട് ചെയ്യുക, ഇൻറ്റിമിഡേറ്റിംഗ്, ഫിസിക്കൽ അബ്യൂസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ബിഹേവിയർ ചില സമയത്തെങ്കിലും ചിലരെങ്കിലും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനം അതില് നമ്മുടെ ഒരു ഇതുള്ളത്, നമ്മൾ ഇതുവരെ പഠിച്ച രീതി എന്ന് പറയുന്നത് ഒരു പാറ്റേണലിസ്റ്റിക് രീതിയിലാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഒരു അതോറിറ്റേറ്റീവ് പേഷ്യന്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എപ്പോഴും പറയല ഒരു അതോറിറ്റേറ്റീവ് സ്റ്റൈലിലാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിലാണ് പറയല്. അതുപോലെ നമ്മൾ തന്നെയാണ് ഡിസിഷൻ എടുക്കല്. പക്ഷെ ആ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു ഡെലിബറേറ്റീവ് മോഡൽ അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവ് മോഡൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഡെലിബറേറ്റീവ് മോഡലില് നമ്മൾ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അവിടെ നമ്മുടെ ഒരു ഡിസിഷൻ ഇമ്പോസ് ചെയ്യുന്നില്ല. അവിടെ ഡോക്ടറും പേഷ്യന്റും തമ്മിൽ മ്യൂച്വലായിട്ട് സംസാരിച്ച് നമ്മൾ ഏത് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും കൃത്യമായി പേഷ്യന്റിന്റെ സംശയങ്ങൾ മുഴുവൻ ദൂരീകരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറഞ്ഞ് പേഷ്യന്റിനും കൂടി സ്വീകാര്യമായ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുത്ത് അതിന്റെ പ്രോസും കോൺസും എല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള രീതിയാണ് ഇപ്പൊ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത്. നമ്മളെല്ലാം പഠിച്ച രീതി ഒരു പക്ഷേ മുമ്പത്തെ ജനറേഷനൊക്കെ പഠിച്ച രീതി ആ പാറ്റേണലിസ്റ്റിക് മോഡലാണ്. അതാവുമ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസിഷൻ മേക്കിൽ നമ്മൾ അങ്ങനെയുള്ളതാവുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്റിമിഡേറ്റിംഗ് ടെൻഡൻസിയും ഒരു ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും അതേപോലെ തന്നെ നമ്മളാണ് അതോറിറ്റി എന്ന രീതിയിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിങ്ങിന് ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ കാണുന്ന ചില അൺപ്രൊഫഷണൽ ആയിട്ടുള്ള പേര് നമ്മൾ ചിലപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ്, ക്രിമിനൽ കോണ്ടക്ട്, അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. ഈ കാര്യത്തിൽ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ചിലപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിലോ അതുപോലെ തന്നെ വളരെ ചുരുക്കമായിട്ട് തന്നെ ചിലപ്പോൾ ക്രിമിനൽ കോണ്ടക്ട്, അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് സോഷ്യൽ മീഡിയയുടെ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ്, ഇതെല്ലാം വരാറുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ബിഹേവിയറിലേക്ക് പോകാനുള്ള കാരണം എന്നുള്ളതാണ് നോക്കുന്നത്. സാധാരണയായിട്ട് ഇതിൽ പറയുന്നത് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ജനറേഷൻ സാധാരണ പറയല് ഏജ് ആൻഡ് ജനറേഷൻ ഇതിലൊരു ഫാക്ടറാണ്. ഇപ്പോ നമ്മൾ മില്ലേനിയൽസ് എന്ന് പറയുന്നത് 1980 മുതൽ 1995 വരെ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് 1965 മുതൽ 79 വരെ വരുന്ന ആൾക്കാരാണ്. ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത് 1946 മുതൽ 1964 വരെ ജനിച്ച ആൾക്കാർ വരുന്നതാണ്. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞ പല സ്റ്റഡികളും ഇതിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി സ്മിത്ത് 2005 നടത്തിയ ഒരു സ്റ്റഡിയാണ്. അദ്ദേഹം പറയുന്നത് ഇതിൽ ഈ വർക്ക് എത്തിക്കും, കമ്മിറ്റ്മെന്റും അതുപോലെ തന്നെ
ഒരു ലെസ് വില്ലിങ്നെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്, ഗ്രേറ്റർ ഫോക്കസ് ഓൺ വർക്ക് ലൈഫ് ബാലൻസ്. ഇത് ഓരോ ജനറേഷനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ മില്ലേനിയൽസിന്റെ കാഴ്ചപ്പാടും ജനറേഷൻ എക്സിന്റെ കാഴ്ചപ്പാടും വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കാഴ്ചപ്പാടുകൾ ഒരു ചെറിയ തോതിലുള്ള ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരാനും ചെറിയ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പക്ഷേ ഒരു 2013 ലിമേർ എറ്റാൾ നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് അത്രമാത്രം ജനറേഷണൽ ഡിഫറൻസ് കാണപ്പെടുന്നില്ല എന്നുള്ളതും, ഒരു 1257 ഡോക്ടർമാരെ സ്റ്റഡി നടത്തിയതിൽ അത്ര വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇത് ഏകദേശം രണ്ടു കൂട്ടരിലും ഒരേപോലത്തെ പ്രശ്നങ്ങളാണ് എന്ന രീതിയിലും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനറേഷൻ ഗ്യാപ്പ് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. മില്ലേനിയൽസും അതുപോലെ തന്നെ ജനറേഷൻ എക്സും ഒക്കെ തമ്മിൽ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഓഫ് കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുകയും ആ ഒരു കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടുള്ള ഒരു ബിഹേവിയർ രണ്ട് കൂട്ടരുടെ ഇതിൽ ഏത് കൂട്ടരാണ് റോങ് ഏത് കൂട്ടരാണ് റൈറ്റ് എന്നുള്ളതല്ല. ഇതിലെങ്ങനെ പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും കൂടി ബ്ലെൻഡ് ചെയ്ത രീതിയിലുള്ള ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി വരേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ജെൻഡർ ഡിഫറൻസ് നമുക്കറിയാം. നമ്മുടെ ഹെൽത്ത് ഫീൽഡിലും നമ്മുടെ ഹെൽത്ത് സർവീസില് പൊതുവെ ഇന്റർനാഷണൽ എല്ലാം തന്നെ ഫീമെയിൽസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ഹെൽത്ത് സർവീസിലേക്ക് കൂടുതൽ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പൊതുവെ ഇന്റർനാഷണൽ UK, അമേരിക്ക, കാനഡ ഈ വക രാജ്യങ്ങളിലെല്ലാം തന്നെ ഫീമെയിൽ വർക്ക് ഫോഴ്സ് കൂടുതലായിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്യൂസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ ഫീമെയിൽസ് വീട്ടിലെ പ്രശ്നങ്ങളും കുട്ടികളെ വളർത്തേണ്ട കാര്യവും ഒരു വീട് മാനേജ് ചെയ്യുന്ന കാര്യവും അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഫഷണൽ ലൈഫും കൂടി കൊണ്ടുവരുമ്പോൾ കുറേ കൂടി കോൺഫ്ലിക്റ്റുകളെ കുറെ കൂടി പ്രശ്നങ്ങളെ അതേപോലെ തന്നെ സ്ട്രെസ്സും ബേൺ ഔട്ടും കുറിച്ച് കൂടുതലായിട്ട് കാണുന്ന ഒരു ഇതും ഈ ഫീമെയിൽസിലുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതില് ഈ സ്ട്രെസ്സും ബേൺ ഔട്ട് ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ സാധാരണയായിട്ട് ഫീമെയിൽസിന് അല്ലെങ്കിൽ ലേഡീസിനാണ് കൂടുതൽ സപ്പോർട്ട് കൊളീഗ്സിനോടും അവരുടെ ഇഷ്യൂസ് പലപ്പോഴും തുറന്നു പറയല് കൊളീഗ്സിനോടും അവരുടെ കോവർക്കേഴ്സിനോടൊക്കെ തുറന്നു പറഞ്ഞിട്ട് കൂടുതൽ സപ്പോർട്ട് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ സൂയിസൈഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് മെയിൽസ് ആണ് കമ്പയർ ചെയ്തിട്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മെയിൽ പേഴ്സൺസ് പലപ്പോഴും അവരുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുന്നില്ലാത്ത അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള സ്ട്രെസ്സും കാരണങ്ങളും. അപ്പൊ അവര് കൂടുതൽ വേറെ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ ഇഷ്യൂസ് സൂയിസൈഡൽ റേറ്റ് എല്ലാം തന്നെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ജെൻഡർ ഡിഫറൻസ് നമ്മുടെ സിസ്റ്റത്തിൽ നന്നായിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസുകൾ നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കും. മൂഡ്, പേഴ്സണാലിറ്റി ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതില് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ അൺപ്രൊഫഷണൽ ബിഹേവിയറിനെ ബാധിക്കുന്നത് എന്നുള്ളത്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് എൻവയോൺമെന്റ്. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലും തന്നെ ഒരു ടീം വർക്കോ ഒരു കൊളാബറേഷൻ വർക്കോ അല്ലെങ്കിൽ എങ്ങനെ ഒരു സോഫ്റ്റ് സ്കിൽസ് ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യണം ഈ രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സോ ഇതൊന്നും തന്നെ നടക്കുന്നില്ല. പക്ഷെ ഇപ്പൊ പല സിസ്റ്റംസിലും പല ഡെവലപ്ഡ് കൺട്രീസിലും ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടറും തന്നെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ തന്നെ ആരും മോശമായി പെരുമാറാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയറോ ഒന്നും തന്നെ ആ ഉദ്ദേശം വെച്ചിട്ടല്ല പോകുന്നത്. അത് പലവിധ കാരണങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ചിലപ്പോ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ള ഒരു പ്രധാന കാരണം പറയുന്നത് ഇതുപോലെ സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ടാണ്. ഈ സ്ട്രെസ്സും ബേൺ ഔട്ടിനെയും പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 50% ഡോക്ടർമാരെങ്കിലും സ്ട്രെസ്ഡും ബേൺ ഔട്ടിലും വളരെയധികം സ്ട്രെസ്ഡ് ആണ് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്
നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിലുള്ള നമ്മൾ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ഡോക്ടർമാരുടെ വർക്ക് ലോഡ് കൂടി ആ വർക്ക് ലോഡിന് അനുസൃതമായ ലോജിസ്റ്റിക്സോ മാൻ പവറോ കൃത്യമായ സൗകര്യങ്ങളോ ഇല്ല. അതേപോലെ തന്നെ ടെക്നിക്കൽ കോമ്പിറ്റൻസി, ടെക്നിക്കൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൽ വന്നു. ഇതിൽ അതുപോലെ തന്നെ നോളജ്, നമ്മുടെ ഇതിൽ വളരെയധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം സ്ട്രെസ്. പിന്നെ ഇത് തിരിച്ചറിയുക, ഈ സ്ട്രെസ്സും ബേൺ ഔട്ടും പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ പല ഡോക്ടർമാരും ഈ ഒരു സ്ട്രെസ്ഡ് അവസ്ഥ തൻ്റെ സ്വാഭാവികമായ അവസ്ഥയാണ് എന്ന് കരുതി അതുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. പിന്നെ പലരും ഇതൊരു സ്റ്റിഗ്മ, അല്ലെങ്കിൽ ഇതിനൊരു ഹെൽപ്പ് ചോദിക്കുന്നത്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രയാസം മറ്റുള്ളവരെ അറിയിക്കുന്നത്, അവർക്ക് അതിൻ്റെ ഒരു കുറവ്, അതിൻ്റെ പ്രശ്നങ്ങള്, അത് അറിയിക്കാനുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഈ സ്ട്രെസ്സും ബേൺ ഔട്ടും തന്നെ ഇത് അവരെ അനുഭവിക്കുന്നത് പുറത്തു പറയാത്തൊരവസ്ഥയും കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടത് നമ്മുടെ വർക്ക്, ഈ ബൗണ്ടറീസ് അറ്റ് വർക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഇതിലുള്ള ഒരു അവയർനെസ് ഓഫ് ഓവേർട്ട് ആൻഡ് കോവേർട്ട് ബൗണ്ടറീസ്. ഓവേർട്ട് ബൗണ്ടറീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. അത് നമുക്കറിയാം. നമ്മൾ ഏതൊരു പേഷ്യൻ്റായിട്ട്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പേഷ്യൻ്റുമായിട്ടുള്ള ഈവൺ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഓവേർട്ട് എന്ന് പറയുന്നത്. കോവേർട്ട് ബൗണ്ടറീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് അത് പറയല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ചില പേഷ്യൻസിന്റെ ചില കാര്യത്തിൽ നമ്മൾ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും, കൂടുതലായിട്ട് ആ കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുക. അവര് നമ്മുടെ ഒരു സാധാരണ ഒരു പേഷ്യന്റ് എന്നുള്ളതിൽ കവിഞ്ഞ് കൂടുതൽ തരത്തിലേക്കുള്ള റിലേഷൻഷിപ്പ്, അവരുടെ പ്രശ്നങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുക. അത് നമുക്കൊരു എമ്പതിക്ക് പുറമെ ആ ഒരു സിമ്പതി, ആ ഒരു ഓവറായിട്ടുള്ള ഒരു ഇമോഷണൽ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അത് നമുക്ക് സ്ട്രെസ്സും പ്രയാസങ്ങളും ഉണ്ടാക്കും. അത് നമ്മുടെ ബിഹേവിയറിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതും കൂടി നമ്മൾ തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഫാർമ ഇതിലുമായിട്ടുള്ള നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ലോ അറിയണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ധാരാളം അതിഥി തൊഴിലാളികൾ വരുന്നതാണ്. പല കൾച്ചർ, പല ബിലീഫ്സ്, പല ദേശങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ബിലീഫ്സും വാല്യൂസും കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതുമാണ്. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഓവറായിട്ടുള്ള യൂസ്. അപ്പൊ ഇതിൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊഫഷണൽ കൊളീഗ്സിനെ പറ്റി എന്തെങ്കിലും ഇതേപോലെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ പറയുക. അതേപോലെ തന്നെ നമ്മളെ ആരെങ്കിലും ട്രോൾ ചെയ്യുന്ന രീതിയിൽ അവർ നെഗറ്റീവ് കമന്റ്സ് ഇടുക. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലാത്ത കാര്യങ്ങൾ വയ്ക്കുക. പിന്നെ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ പ്രൊഫൈൽ, യുവർ നെറ്റ്വർക്ക് ആൻഡ് യുവർ പോസ്റ്റ് അഡ്രസ്സിങ് ദീസ് ഇഷ്യൂസ് എന്നില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയെ നമ്മുടെ യൂസ് ചെയ്യുന്നത് വളരെ കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അതിലും നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഇത്തരം നമ്മുടെ ഡോക്ടർമാർക്കെതിരെയുള്ള എന്ത് പ്രശ്നവും നമ്മളെ ഹെൽത്ത് സർവീസിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസോ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും ആദ്യമായിട്ട് നടപടിയാണ് വരുന്നത്. ആ ഡോക്ടർക്കെതിരെ കർശന നടപടി വന്നതിന് ശേഷമേ ഡോക്ടർക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടാവാറുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് ഇത്തരം ബിഹേവിയർ ഡോക്ടർമാർ കാണിക്കുന്നു, അല്ലെങ്കിൽ ചിലരെങ്കിലും ഇത്തരം ബിഹേവിയർ കാണിക്കുന്നു, അതിനെന്താണ് കാരണം? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണോ, ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേൾക്കുക. അത്തരം ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർക്ക് മതിയായ ട്രെയിനിങ് കൊടുക്കുക. ആ ബിഹേവിയറിനെ പറ്റിയിട്ട് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ അതിലെ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ
ഒരു ട്രെയിനിങ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡേഴ്സ് വരികയാണെങ്കിൽ അതിന് നമ്മുടെ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ആദ്യം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിഹേവിയർ അബ്നോർമൽ, ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ ആദ്യം തന്നെ നടപടി സ്വീകരിക്കുക എന്നുള്ള നയം തീർച്ചയായിട്ടും മാറ്റിയേ പറ്റൂ. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും ഒരു സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാരുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ അതൊരു നല്ല രീതിയിലേക്ക് പേഷ്യന്റ് കെയറിലേക്ക് നല്ലൊരു ഇൻപുട്ട് ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതിലേക്ക് വേണ്ട ട്രെയിനിങ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതില് നമ്മൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഫിസിഷ്യൻ വെൽബീയിങ്ങിന് വേണ്ട സാധനങ്ങൾ ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത്തരം ബിഹേവിയർ കാണിക്കുന്നു എന്നുള്ളത്, അത്തരം ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, എനിക്ക് തോന്നുന്ന UK, അമേരിക്കയിലൊക്കെ പ്രത്യേകിച്ച് ബോസ്റ്റൺ അങ്ങനെയുള്ള അവിടെയുള്ള ബോസ്റ്റൺ സ്കൂളിൽ ഓഫ് മെഡിക്കൽ സ്കൂളിലൊക്കെ സാധാരണയായിട്ട് ഇതിനുള്ള സ്റ്റെപ്സ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ആ ബിഹേവിയറിനെ പറ്റിയിട്ട് അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അവർ വേറെ അവരുടെ കൊളീഗ്സിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ ഇവരുടെ ബിഹേവിയർ കൊണ്ടുണ്ടാക്കുന്ന ഇഷ്യൂസ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, ആ ബിഹേവിയർ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കുക, അപ്പൊ അതിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, ഇത്തരത്തിലുള്ള രീതിയിലുള്ള ബിഹേവിയറൽ മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫിസിഷ്യനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രീതികളാണ് വേണ്ടത് എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആണോ ബേൺ ഔട്ട് ആണോ എന്നുള്ള കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സമീപിക്കാൻ ആരും തന്നെ മടി കാണിക്കരുത്. ഇപ്പൊ തീർച്ചയായിട്ടും IMAയുടെയും KGMAയുടെയും നേതൃത്വത്തിൽ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ IMA KGMOയും സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സൈക്കാട്രിസ്റ്റുകളും, പ്രൈവറ്റ് മേഖലയിലുള്ള സൈക്കാട്രിസ്റ്റുകൾ അടക്കമുള്ള ഒരു വലിയ ടീം ഇതിനു വേണ്ടിയിട്ട് 24/7 എന്ന രീതിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ട, അവർ പറയുന്നത് കേൾക്കാനുള്ള ആക്റ്റീവ് ലിസണിങ്ങും അവർക്ക് അതിന് വേണ്ട ഹെൽപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പ്രൊഫഷന്റെ ഇടയിൽ സൂയിസൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ. ആരും തന്നെ ഇത്തരം ഹെൽപ്പുകൾ, കുറഞ്ഞു പേരെങ്കിലും അത് സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ളത്, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ആ സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്ട്രെസ് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ്, ആവശ്യത്തിന് ഉറക്കം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവരോട് തുറന്നു പറയാനുള്ള ഒരു സന്നദ്ധത. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ ഏത് സമയത്തും പ്രൊഫഷണൽ ലൈഫ് എന്നുള്ളതല്ല, നമുക്ക് ലൈഫ് വേറെ ഉണ്ട്, കുടുംബജീവിതം ഉണ്ട്, എല്ലാ ജീവിതങ്ങളുണ്ട്. അപ്പൊ അവിടെ എല്ലാം തന്നെ നമുക്ക് ഒരു നമുക്ക് ഡു സംതിങ് ഫോർ സമ്മൺ എൽസ് എന്നുള്ള രീതിയിൽ ഒരു അൾട്രൂയിസം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ വളരെ തിരക്കുണ്ടാവുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കണം. അതേപോലെ തന്നെ റിക്രിയേഷന് വേണ്ട സമയം നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കണം, നമ്മുടെ ഷെഡ്യൂള്. അതേപോലെ തന്നെ നമ്മൾ ഏത് സിറ്റുവേഷൻസിൽ നമ്മൾ ഇറിറ്റബിൾ ആവുന്നു, ആ സമയത്ത് നമ്മൾ എങ്ങനെ അത് മാറ്റിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഒന്ന് പുറത്തു പോകാനും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും ഇതാക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രൊഫഷനെ, അത് നമ്മളേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാൻ വേണ്ടി, ലേൺ ടു ലൈക്ക് ദ വർക്ക് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട, കാരണം ആകെ കുറച്ച് സമയമേ ഉള്ളൂ, ആകെ എനിക്കൊരു 30 മിനിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ അൺപ്രൊഫഷണൽ ബിഹേവിയേഴ്സ്, അത് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ, അതേപോലെ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തില്, അത് തീർച്ചയായിട്ടും അതൊരു സംഘടനാ തലത്തിലും ഗവൺമെന്റ് തലത്തിലും ഇതുപോലെ അൺപ്രൊഫഷണൽ ബിഹേവിയർ ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയപ്പെടണം. അങ്ങനെ കാണിക്കുന്ന ഡോക്ടർമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, അവർക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ട്
നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് ആരെങ്കിലും ഒരു ഇതുപോലെ ഒഫൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു വാണിങ്ങോ അതിനനുസരിച്ചുള്ള ശിക്ഷകളോ കൊടുക്കുക എന്നല്ലാതെ ആദ്യമായിട്ടൊരു ഡോക്ടർ എപ്പോഴെങ്കിലും ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ അയാളുടെ ആ ഡോക്ടർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള നടപടികൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. അത് തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ടീം വർക്കും കൊളാബറേഷനും നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിനോടും നമ്മുടെ ആ ഹോസ്പിറ്റലിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള എല്ലാവരും, കാരണം ഇനിയുള്ള കാലം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ടീം വർക്കിന്റെ പ്രൊഫഷനാണ്. നമ്മൾ ഒരു കൊളാബറേഷന്റെ ഒരു ഒത്തൊരുമയുടെ പ്രൊഫഷനാണ്. അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് മുന്നേറാനും സാധിക്കുകയുള്ളൂ. നമ്മളവിടെ ജനറേഷൻ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്, പുതിയ തലമുറ വരുന്നുണ്ട്, അവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നറിയാം. അതിൽ രണ്ട് ജനറേഷനും അവർ കാഴ്ചപ്പാടുകൾ റൈറ്റ് ഓർ റോങ് എന്നുള്ളതല്ല, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടെന്നും അത് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യാനും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വില കൊടുക്കാനും തിരിച്ചും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു സിസ്റ്റം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഡോക്ടർ റഹീമുദ്ദീൻ, Thank you for the session, sir. കേൾക്കുന്നുണ്ടോ അടുത്തയാൾ ഡോക്ടർ റഹീമുദ്ദീൻ? കേൾക്കാം സാർ. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, ഹലോ സാർ, സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ അവർ നേരിടുന്ന ഈ മേഖലയിൽ നേരിടുന്ന കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഗൗരവത്തോടു കൂടി കാണുന്നു അറിഞ്ഞതിൽ ഈ അവസരം തന്നതിന് KGMOക്ക് പ്രത്യേകം എൻ്റെ നന്ദിയും കൃതജ്ഞയും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് അവർക്ക് ചികിത്സ കിട്ടാനും മരുന്ന് കിട്ടാനും മാത്രമല്ല, അവരനുഭവിക്കുന്ന രോഗം മൂലവും അവരുടെ ബുദ്ധിമുട്ട് മൂലം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുള്ളതും അവരെ പെയിനെ നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളതും അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു മാർഗം കാണിക്കും എന്നുള്ള വലിയ വിശ്വാസം കൊണ്ടുമാണ്. ഈ വിശ്വാസം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, അവരിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ, അവരെ ഹൃദയം തൊടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് വേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഡോക്ടേഴ്സിൻ്റെ ഒരു സോഫ്റ്റ് സ്കിൽസ് അല്ല, നിർബന്ധമായി വേണ്ട കോർ സ്കിൽസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സബോർഡിനേറ്റ് സ്കിൽസോ അതിനപ്പുറത്ത് ഒരു കോർ സ്കില്ലായിട്ട് കമ്മ്യൂണിക്കേഷൻ WHO തന്നെ പറയുന്നു. പുതിയ മെഡിക്കൽ കരിക്കുലത്തിൽ ഡോക്ടേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു ഏറ്റവും കോർ സ്കിൽസ് ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ സ്റ്റഡീസ് എല്ലാം പറയുന്നുണ്ട് വെച്ചാൽ ഡയഗ്നോസും ട്രീറ്റ്മെൻറ്റും പ്രധാനമായും നമ്മുടെ എത്രമാത്രം എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് എലിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ അഡിഹറൻസ് ഉറപ്പ് വരുത്താൻ പറ്റും എന്നുള്ളത് ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെയും കോൺവെർസേഷൻ്റെയും ക്വാളിറ്റി തന്നെ ഡിസൈഡ് ചെയ്യുന്ന സ്റ്റഡീസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പേഷ്യൻസിന് ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുമ്പോഴോ പേഷ്യൻസ് തെറാപ്പി പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമല്ല, പേഷ്യൻസ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന മുതൽ നമ്മുടെ അടുത്ത് എത്തുന്ന പ്രീ അപ്പോയിൻമെൻറ്റ് സ്റ്റേജ് മുതൽ ഡയഗ്നോസിസ് ഫേസ് മുതൽ പ്ലാനിങ് സ്റ്റേജ് മുതൽ ടെർമിനേഷൻ സ്റ്റേജ് വരെയുള്ള എല്ലാ സ്റ്റേജിലും കമ്മ്യൂണിക്കേഷന് കൃത്യമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി ടേക്കിലും, പ്രത്യേകിച്ച് പേഷ്യൻസിൻ്റെ ഓവേർഡ് ബിഹേവിയേഴ്സ് ഹിസ്റ്ററി ടേക്കിങ്ങിലും പേഷ്യൻസിന് പലപ്പോഴും പറയാൻ പോലും മടി തോന്നുന്ന വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഹിസ്റ്ററി ടേക്കിനോട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വലിയൊരു റോളുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മുരളി സാർ കൃത്യമായി പറഞ്ഞു, പുതിയ ട്രെൻഡിൽ പേഷ്യൻസിൻ്റെ ഓട്ടോണമി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ മോഡലാണ് ഒരു നരേറ്റീവ് ഇന്റർപ്രറ്റീവ് മോഡലിൽ ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരേ സമയത്ത് ഇൻഫോംഡ് ഡോക്ടർ,
ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിലും കമ്മ്യൂണിക്കേഷന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട കാരണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൃത്യമായി മെഡിക്കൽ അഡയറൻസ് ഉറപ്പുവരുത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ഫോളോ അപ്പ് പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻ പ്രൊസീജിയറിലൊക്കെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ പേഷ്യൻസ് എൻഗേജ്മെന്റ് സ്റ്റഡീസിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേഷ്യൻസ് എൻഗേജ്മെന്റിൽ പേഷ്യൻസിന് ട്രസ്റ്റ്, തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഉണ്ടാവാനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനും കൊളാബറേറ്റീവ് പ്രോസസ്സിലേക്ക് എൻഗേജ് ആവാനും കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വെറും നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഡിസ്ചാർജ് പ്ലാൻ സമയത്ത് ആണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ലൈസൻസ് സമയത്താണെങ്കിലും റെഫറൽ പ്രൊസീജിയർ ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ആസ് എ പാർട്ട് ഓഫ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം, ആ ടീമിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഫോളോ അപ്പ്, ട്രെയിനിങ്, റിസർച്ചിലെല്ലാം കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കോർ സ്കിൽസ് ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഡൊമൈൻ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ, ക്ലയന്റുമായിട്ടുള്ള നമ്മുടെ പേഷ്യൻസുമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ട്. സ്റ്റഡീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി പേഷ്യൻസുമായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആവും. നമ്മൾ എങ്ങനെ സംസാരിച്ചു എന്ന് മാത്രമല്ല, എന്ത് സംസാരിച്ചു, എപ്പം സംസാരിച്ചു, ആ സംസാരിക്കുന്നതിൽ നമ്മുടെ ജെന്യൂനെസ് എത്രമാത്രമുണ്ട്, ട്രാൻസ്പെറൻസി എത്രമാത്രമുണ്ട്, എത്ര ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്, അവർ ഓരോ കാര്യത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എംപതറ്റിക്കലായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ കോർ ഫാക്ടേഴ്സ് ആണ് എംപതി ഒരേ സമയത്ത് ഇമോഷനാണ്, ഒരേ സമയത്ത് കോഗ്നിറ്റീവ് സ്കിൽസും ആണ്. അവരുടെ ഇമോഷൻസിന് നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ടോ. പേഷ്യൻസ് മൈറ്റ് ബ്രിങ് ലോട്ട് ഓഫ് ഇമോഷണൽ ബാഗേജ് ടു തെറാപ്പി സിറ്റുവേഷൻ. നമ്മൾ അവരെ ഇമോഷൻസിനെ അക്നോളജ് ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ. ആൻഡ് ആൾസോ ആസ് എ തെറാപ്പിസ്റ്റ്, ആസ് എ ഡോക്ടേഴ്സ്, വി ഹാസ് ടു ഹാവ് എ വെരി കൾച്ചറൽ സെൻസിറ്റീവ് ഫ്രെയിംവർക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ വാല്യൂസിനെയും ബിലീഫിനെയും റെസ്പെക്ട് ചെയ്യണമുണ്ടല്ലോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ത്രൂ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ആക്ച്വലി നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ്, തെറാപ്യൂട്ടിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഗുരു ചേല റിലേഷൻഷിപ്പ് എന്ന് മാറി ഒരേ സമയത്ത് ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ഓട്ടോണമി പേഷ്യൻസിന്റെ ഡിസിഷൻ മേക്കിംഗ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് സെറ്റ്, ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ബിൽഡിംഗ് തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എംപതി ആൻഡ് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓപ്ഷൻ തെറാപ്യൂട്ടി നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ ഉണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നതിലൊക്കെ കമ്മ്യൂണിക്കേഷൻ വലിയൊരു ചാനലായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രത്യേകിച്ച് മോഡേൺ ഇന്റർവെൻഷൻസ് ഒക്കെ പറയുന്നത് ഒരു ഡോക്ടർ നോ ബെസ്റ്റ് എന്ന് മാറിയിട്ട് വി ഫൈൻഡ് ബെറ്റർ ട്രീറ്റ്മെന്റ് ഒരു കളക്റ്റീവായിട്ട് മാറാൻ പറ്റും. അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ എല്ലാ മെഡിക്കൽ ഇൽനെസ്സും ഒരു ഇൽനെസ് ആങ്സൈറ്റി ഉണ്ടാവും. അത് അഡ്ഹറൻസിനെ ബാധിക്കും. ഈ ഡിസ്ട്രസ് ഉണ്ടാവും, മെഡിക്കൽ ഡിസ്ട്രസ്, അതായത് എനിക്കൊരു അസുഖമുണ്ട് എന്ന ഡിസ്ട്രസ് ഉണ്ടാവും. ഇതെല്ലാം സെറ്റിൽ ചെയ്യുന്നതിനും ഇതെല്ലാം കാം ചെയ്യുന്നതിനും ഗ്രൗണ്ടിങ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. അതിനേക്കാൾ കൂടുതൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ഡോക്ടേഴ്സ് ഓരോ ക്ലിനിക്കിന്റെ കൂടെ തന്നെ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ചിലപ്പോൾ നേടേണ്ടി വരും. പ്രത്യേകിച്ച് ഡയഗ്നോസിസ് ബ്രേക്ക് ചെയ്യാം, ബാഡ് ന്യൂസ് പറയാം, പോർ പ്രഗ്നോസിസ് പറയാം, ചിലപ്പം ടെർമിനൽ ഇല്ലസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ചില അൺഎക്സ്പെക്ടഡ് ആയിട്ട് എറേഴ്സുകൾ സംഭവിച്ചു അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പേഷ്യൻസിന്റെ ഭാഗത്തോ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഭാഗത്തോ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസോ അവരുടെ അൺറിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുക. കുറേ മരുന്ന് കഴിച്ചു, കുറേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരെ കൊഗ്നിറ്റീവ് ഡിഫിക്കൽട്ടീസ് കൊണ്ടോ അവരുടെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന് അൺറിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻ ഉണ്ടാവുക. ആ എക്സ്പെക്ടേഷൻ ഡോക്ടർ എടുത്ത് ഇമോഷണലി എസ്കലേറ്റ് ചെയ്യുക. ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആസ് ഡോക്ടേഴ്സ് ചില സമയങ്ങളിൽ ഹൈലി സെൻസിറ്റീവായ ഇമോഷണലി ചാർജ്ഡ് ആയ ടോപ്പിക്സ് ഡീൽ ചെയ്യുന്നത്, സെക്ഷൽ ഹെൽത്ത്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, അഡോപ്ഷൻ, അതുപോലത്തുള്ള മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ്, ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് ഇമോഷണൽ ടോപ്പിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം വളരെ സെൻസിറ്റീവ് ആയ ടോപ്പിക്കാണ്. ഹൗ ടു മാനേജ് ദിസ് ടോപ്പിക്, ഹൗ ടു ഇമോഷണലി ഡി എസ്കേറ്റ് ദിസ് ടോപ്പിക് എല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റഡീസ് ഒക്കെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് വർക്കിംഗ് ആസ് എ മൾട്ടി ഡിസിപ്ലിൻ ടീം ലീഡറായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സംടൈം വി ലീഡ് ദ ടീം, വി സപ്പോർട്ട് ദ ടീം, വി ഇനീഷ്യേറ്റ് ദ ടീം ബിൽഡിംഗ്. സോ ആ സമയത്ത് തന്നെ ഒരു കൊളാബറേറ്റീവ് ടീം അപ്രോച്ച് ഉണ്ടാവണമെങ്കിൽ ആ ടീം ബിൽഡിംഗ് നടക്കുന്നത് കമ്മ്യൂണിക്കേഷൻ വഴി. കൂടെയുള്ള പ്രൊഫഷണൽസിന്റെ ബൗണ്ടറീസ്
അവരുടെ എക്സ്പെർട്ടീസ്, അവരുടെ ലിമിറ്റേഷൻസ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം സ്വാഭാവികമായിട്ടൊരു ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് ഹാസ് ടു ഹാവ് എ അഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ. ആൾസോ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന വഴി നല്ല പോസിറ്റീവായ ഒരു ടീം ബിൽഡിംഗ് സാധിക്കുകയും അതുവഴി ഒരു സൈക്കോളജിക്കലി സേഫ്റ്റി, എൻ്റെ വർക്ക് അറ്റ്മോസ്ഫിയർ, കാരണം നമ്മുടെ വർക്ക് ലൈഫിന്റെ വലിയൊരു സമയം ചിലവഴിക്കുന്ന ക്ലിനിക്കിലാകുമ്പോൾ, നമ്മുടെ ടീമിന്റെ കൂടെ ആകുമ്പോൾ അവിടെ ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി, മ്യൂച്വലി ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുകയും അവർ നമ്മളെ കേൾക്കുന്നു, നമ്മൾ അവരെയും കേൾക്കുന്നു എന്നുള്ളതും ഫീലിംഗ് ഓഫ് ബിലോങ്നെസ് ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്ര ഞാൻ ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻസ് മിയർ ഒരു സോഫ്റ്റ് കോമ്പറ്റൻസി സ്കില്ല് മാത്രം എന്നത് ഒതുങ്ങാതെ അതൊരു ലാർജ് മേജർ കോമ്പറ്റൻസി ആണെന്ന് പറയാനുള്ള കാരണമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാസ്റ്റർ ചെയ്യാം. അതിന്റെ ബേസിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളിനപ്പുറത്ത് ഈസ് എ ബൈഡയറക്ഷണൽ പ്രോസസ്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇമോഷണലി ചാർജ് ആ സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനും അതിന്റെ മെക്കാനിസം കൃത്യമായിട്ട് അറിയേണ്ടത്. ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും, ഒരു മെസ്സേജ് ഉണ്ടാവും, ഒരു കോഡിംഗ് ഉണ്ടാവും, ഒരു മീഡിയ ഉണ്ടാവും, ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ഈ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ബിറ്റ്വീൻ ടു പേഴ്സണാലിറ്റീസ് എന്ന് പറയും. ഈ ഓരോ വ്യക്തികളും കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ അവരെ പേഴ്സണാലിറ്റിയും കൂടി കൊണ്ടുവരും. അത് മാത്രമല്ല, സൈക്കോളജിക് പെർസ്പെക്റ്റീവ്സ് പറയുന്നു, ഒരു ഡോക്ടർ തെറാപ്പി റിലേഷൻഷിപ്പിലാണെങ്കിലും എനി ടു ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ അൺകോൺഷ്യസ് മോട്ടീവ്സും അൺകോൺഷ്യസ് ട്രസ്റ്റ് ഫാക്ടേഴ്സും അൺകോൺഷ്യസ് ബേർഡനും ഇമോഷണൽ ബാഗേജ് എല്ലാം അറിയാതെ കമ്മ്യൂണിക്കേഷനിൽ വരും. പ്രത്യേകിച്ച് മുരളി സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷണലി ചാർജ് ആവുന്ന സിറ്റുവേഷനിൽ ചർച്ച ചെയ്യുമ്പോൾ ഇമോഷണൽ ഡിസ്റ്റർബ് ആവുന്ന സമയത്ത് നമ്മൾ അൺകോൺഷ്യസ് മോട്ടീവ്സ് നമ്മൾ പലപ്പോഴും പുറത്തു വരും. സോ വി ഹാവ് ടു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സും നമ്മുടെ ഇമോഷണൽ ഫീച്ചേഴ്സും നമ്മുടെ സ്ട്രെസ്സർ ഫാക്ടേഴ്സും ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ പുറത്തു കൊണ്ടിരുന്നു വന്നു. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് മിയർ ഇൻഫർമേഷൻ മാത്രമല്ല, വി ഹാവ് ഇമോഷൻ അലോങ് വിത്ത് ദാറ്റ്. ആ ഇമോഷൻസ് മാത്രമല്ല, ജഡ്ജ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് പാസിംഗ് ഓഫ് സ്മോൾ ഒരു മെസ്സേജ് മാത്രമല്ല, ആ മെസ്സേജ് എങ്ങനെ പറയുന്നു, അതിന്റെ പ്രാഗ്മാറ്റിക് പാർട്ട്, അതിന്റെ സെമാറ്റിക് പാർട്ട്, അതിന്റെ ഇമോഷണൽ പാർട്ട്, അതിന്റെ ലാറ്റൻ കണ്ടന്റ്, മാനിഫെസ്റ്റ് കണ്ടന്റ് എല്ലാം ഇൻവോൾവ് ആയിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾസോ അതോടൊപ്പം തന്നെ വി ഹാവ് ടു കൺസിഡർ ദ റിസീവർ ആൾസോ. നമ്മൾ ആരോടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു തെറാപ്യൂട്ടിക് ഡിസിഷൻ ആയിരിക്കും, ഒരു ട്രീറ്റ്മെന്റ് ഡിസിഷൻ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ട്രീറ്റ്മെന്റ് ഡിസിഷൻ റിസീവ് ചെയ്യാൻ നമ്മളെ പാർട്ടി, നമ്മളെ ക്ലയന്റ് റെഡി ആയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിലം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ അവിടെ വിത്തെറിയാവൂ. അൺപ്രിപ്പയർഡ് സോയിലിൽ നിങ്ങൾ വിത്തെറിയരുതെന്ന് പറയാറുണ്ട്. അൺപ്രിപ്പയർഡ് സോയിലിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിയായ സീഡ് പോലും അവിടെ സ്പൗട്ട് ചെയ്യില്ല, അവിടെ മുളക്കൂല. കാരണം ആ സോയിൽ പ്രിപ്പയർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മുടെ ക്ലയന്റും നമ്മുടെ പേഷ്യൻസും നമ്മുടെ ഈ സജഷൻസും നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ആ റിസീവ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ചും നമ്മൾ പറയുന്ന ഇൻഫർമേഷനല്ല, നമ്മൾ പറയുന്ന പൊസിഷൻ, നമ്മൾ പറയുന്ന നമ്മുടെ പെർസുവേഷൻ സ്റ്റൈല്, നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ്, നമ്മൾ അവരെ പരിഗണിച്ചിട്ടുണ്ടാണോ പറയുന്നത്, അവർക്ക് വേണ്ടി പറയാനാണോ, എല്ലാം ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ കോർ ഫീച്ചർ ആയിട്ടുള്ള സാധനം, യു ഹാവ് ടു പ്രിപ്പയർ ദ പേഷ്യൻറ്റ് ബിഫോർ ഡെലിവറിങ് എനി മെസ്സേജ്, എനി ഡയറക്ഷൻസ്. ആ പേഷ്യൻസ് ഇമോഷണലി സ്റ്റേബിൾ ആണോ, നമ്മൾ പറഞ്ഞ സമയത്ത് ഈ റിസീവ് ചെയ്യുന്നതാണോ. ചില സമയത്തൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഇമോഷണലി ചാർജ് ആയ പേഷ്യൻസിന് സ്വാഭാവികമായിട്ടും ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും അതിന്റെ ഭാഗമായിട്ടൊന്ന് സംഭവിക്കാം, അദ്ദേഹത്തിന്റെ കോർട്ടക്സ് വർക്ക് ചെയ്യാത്ത പോലെ തലാമിക് ഹൈജാക്ക് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായി ഇമോഷണൽ ഡിസ്റ്റർബ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നൈറ്റിവിറ്റി ബയാസ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലപ്പോഴും എന്തായിരിക്കില്ല, കൃത്യമായിട്ട് അവർക്ക് എത്തുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെൻറ്റർ നമ്മുടെ പേഴ്സണാലിറ്റി മാത്രം നോക്കിയാൽ മാത്രം പോരാ, റിസീവ് ചെയ്യുന്ന ആളുടെ വെദർ ഈസ് പ്രിപ്പയർ ഫോർ ദാറ്റ്. സോ വി ഹാവ് ടു പ്രിപ്പയർ ദ ക്ലയന്റ് ഓർ പേഷ്യന്റ് ബിഫോർ ഡെലിവറിങ് ദിസ് മെസ്സേജ്. സോ ഇതാണൊരു പ്രോസസ് ഉള്ളത്. നമുക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യും. വെർബൽ വേറെ, നോൺ വെർബൽ വേറെ മാത്രമല്ല. വി ഹാവ് ടു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ ഹൗ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡെലിവർ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വരുന്നത് എന്ന് കൃത്യമായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ക്ലിനിക്കിലൊക്കെ യൂസ് ചെയ്യുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്.
വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ്, ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് 7 Cs എന്നൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഈ 7 Cs നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഈ 7 Cs പ്രധാനമായിട്ട് പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. കാരണം നമ്മൾ പറയുന്ന മെസ്സേജ് വളരെ പർപ്പസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ. രണ്ടാമത്തത്, വളരെ കൺസൈസ്, ചുരുക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, പോയിന്റ് അപ്റ്റാണ് പറയുന്നത്. ചില കാലം ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ചുരുക്കി നീട്ടി വളച്ചെല്ലാം പറയുന്നുണ്ടാവും. വളരെ കൺസൈസ് ആയിട്ട് വളരെ ചുരുക്കിയിട്ട് പറയുന്നുണ്ടോ. ആൻഡ് വളരെ കോൺക്രീറ്റ്, ബി ക്ലിയർ ആൻഡ് വെരി, വളരെ ക്ലിയർ ആയിട്ട് ഇതാ ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ പേഷ്യൻസിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ എടുത്തിരിക്കുന്ന റിസീവർക്ക് ഇത് കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ, അയാൾ കോഗ്നിറ്റീവ് കപ്പാസിറ്റി, അയാളെ ഇമോഷണൽ സ്റ്റാറ്റസ്, അയാളെ റെഡിനെസ്, അയാളെ മറ്റു ഡിസ്കംഫർട്ട് എല്ലാം നോക്കിയിട്ട് വേണം പറയാം. അപ്പോൾ പറയുമ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് അയാളെ കോഗ്നിറ്റീവ് ലെവലിലേക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ പറയുന്നത്, കറക്റ്റായ ഇൻഫർമേഷൻ ആണോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മൾ ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കാറില്ല, ആർട്ടിക്കൽ ഫാക്ടേഴ്സിന്റെ ഭാഗത്താണ്. ആൻഡ് കൊഹീറന്റ് ആണോ പറയുന്നത്. കാരണം പേഷ്യൻസിന് പലപ്പോഴും നമ്മുടെ കോംപ്രിഹെൻഷൻ ലെവൽ ഉണ്ടാവില്ല. അത് മാത്രമല്ല, പേഷ്യൻസ് പറയുന്ന സമയത്ത് ഒരു ലോജിക്കൽ കൊഹറൻസ് ഓർഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ ചെറിയ ഇൻഫർമേഷൻ മാത്രമേ കേട്ടുള്ളൂ. പലപ്പോഴും പേഷ്യൻസ് സ്റ്റഡീസിലൊക്കെ പറഞ്ഞു വെച്ചാൽ ഡോക്ടർ പറഞ്ഞ അവസാന കാര്യം, ലാറ്റന്റ് എഫക്റ്റ്, പ്രൈമസി എഫക്റ്റ് എന്ന് പറയും, അവസാനം പറഞ്ഞ കാര്യം മാത്രം പേഷ്യന്റ് കേൾക്കും. അപ്പം അതുകൊണ്ട് അതില്ലാതെ കൃത്യമായി കൊഹീറന്റ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ 1 2 3 4 5 6 എന്ന് ഉറപ്പുവരുത്തി എന്ന് പറയുന്നുണ്ടോ. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ടോ. പലപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യും ബാക്കി പേഷ്യൻസ് അറിഞ്ഞോളെ, മരുന്ന് കഴിക്കുന്ന കേസാണെങ്കിലും പ്രിസ്ക്രിപ്ഷൻ കേസാണെങ്കിലും വി അസ്യൂം ദാറ്റ് ദേ മേ നോ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ആയി പറയുന്നു മാത്രമല്ല, നിങ്ങൾ കേട്ടത് ശരിയാണ്, നിങ്ങളെല്ലാം കേട്ടോ, എല്ലാം ഓക്കെ ആയിട്ടുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ലാസ്റ്റ് വേഴ്സ് പൊളൈറ്റ് ആയിട്ട് കേട്ടസിയോടുകൂടി പറയാം. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് എങ്ങനെ പറയുന്നു എന്നുള്ളത് റിസീവറുടെ മനോഭാവം. കാരണം ആരാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവറുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡിസൈഡ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ടാവുക അഗ്രസീവായിട്ടും, ചിലപ്പോൾ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ കെയർലെസ് ആയിരിക്കും, ബിസി ഷെഡ്യൂളൊക്കെ, ബിസി ഒ പിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പറയുന്ന സമയത്ത് അത് അയാളെ ഈഗോ ഹേർട്ട് ചെയ്യും. മരുന്ന് കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയി പറയുന്നതായിരിക്കില്ല. പക്ഷെ നമുക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹൗ പൊളൈറ്റ് ഇറ്റ് വാസ് എന്നും കൂടി ഈ 7 Cs ആണ് പ്രധാനമായും വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കൂടെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. പക്ഷേ വെർബൽ കമ്മ്യൂണിക്കേറ്റിന് അത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ അതിൽ പാസ് ചെയ്യാറുണ്ട്. അറൗണ്ട് 8 9 ടൈപ്പ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ നമ്മൾ അറിഞ്ഞോ അറിയാതെ നോൺ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോകാറുണ്ട്. പലപ്പോഴും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മെജോറിറ്റി പാർട്ടും നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ടാണ് പോകാം. നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ ഹൈ കോണ്ടാക്ട്, ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ബോഡി പ്രോക്സിമിറ്റി, പേഷ്യൻസുമായിട്ട് എത്ര അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ പേഷ്യൻസിന് അടുത്തേക്ക് വരുന്നുണ്ടോ. ബെഡ് സൈഡ് ഇവാലുവേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസുമായിട്ട് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന് നമ്മൾ ടച്ച് ചെയ്യുന്ന, എങ്ങനെ ടച്ച് ചെയ്യുന്നത്, എവിടെ ടച്ച് ചെയ്യുന്നത്, ആ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. അതോടൊപ്പം തന്നെ പാരാലിംഗ്വൽ, നമ്മൾ സാധാരണ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു ഭാഗമാണ് പാരാലിംഗ്വൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പാരാലിംഗ്വൽസ് നമ്മൾ ടോണ്, പിച്ച്, ആക്സെന്റ്, സൈലൻസ്, വിൽ ഡിസ്കസ് ദാറ്റ്. ആൻഡ് ആൾസോ ഫിസിക്കൽ അപ്പിയറൻസ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്പീക്സ് വിത്തൗട്ട് വേർഡ്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ കാണിക്കുന്ന പല എക്സ്പ്രഷൻസുകളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ്സിന്റെ ഇൻഫ്ലുവൻസ് പ്രകാരമായിരിക്കും. പലപ്പോഴും നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വേറെ ആയിരിക്കും. കാരണം പേഷ്യൻസ് കൂടുതൽ നോക്കുന്നുണ്ടാവുക നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലായിരിക്കും. ഡോക്ടർ പറയുന്ന കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടോ, ഡോക്ടർ പറഞ്ഞെങ്കിൽ ഡോക്ടർ മുഖത്തൊരു അല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു, ഡോക്ടർ ആൾസോ കൺഫ്യൂസ്. ഡോക്ടർ പറഞ്ഞ സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ചില കാര്യം പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നു. നമ്മളെ ബോഡി പോസ്റ്റേഴ്സ് ഓപ്പൺ പോസ്റ്റേഴ്സ് ആണ്, ബോഡി ഭയങ്കര ലീനിയൻ പോസ്റ്ററാണ്. നമ്മൾ ഇരുന്ന സമയത്ത് വളരെ വിട്ടു നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരേ മോണോട്ടോസ്, പാരാലിംഗൊന്നും ഉപയോഗിക്കാതെ മോണോട്ടോസ് ആയിട്ടാണ് സംസാരിച്ചത്. ഓരോ സമയത്ത് കൈ കൊടുത്ത് ഷേക്ക് ഹാൻഡ് ചെയ്ത് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹൗ വി ഫിസിക്കലി അപ്പിയറിംഗ് ടു ദാറ്റ് പേഷ്യൻ, ഇതെല്ലാം നമ്മൾ പറയാതെ പേഷ്യൻസ് കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ആ ഒബ്സർവേഷൻ സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടി ഉറപ്പുവരുത്തണം. പല കേസുകളിലും പേഷ്യൻസിനെ എസ്കലേറ്റ്, അവർ ഇമോഷൻസ് എസ്കലേറ്റ് ചെയ്യുന്നൊക്കെ പലപ്പോഴും എന്തായിരിക്കും, നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയ ഒരു കാര്യമാണ് ഡോക്ടേഴ്സിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ക്വാളിറ്റി ഓഫ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് നടത്തിയ സ്റ്റഡീസ് നടത്തിയത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്, എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഏറ്റവും പറയുന്നത് സ്മൈലി, ഒരു റീസെന്റ് സ്റ്റഡി നടത്തിയാണ്
2025 വന്ന സ്റ്റഡിയാണ്. ചിരിക്കുന്ന ഡോക്ടർ, സ്മൈലി, വളരെ ഓപ്പൺ ആയിട്ടുള്ള, റിസീവിങ് ആയിട്ടുള്ള, ഒരു അക്സെപ്റ്റിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഉള്ള ഒരു സ്മൈലിംഗ് ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. പലപ്പോഴും പല ഡോക്ടേഴ്സിന്റെയും ക്ലിനിക്കൽ എക്സ്പീരിയൻസിലൊക്കെ സ്മൈലിംഗ്, എത്രമാത്രം അവർ സ്മൈൽ ചെയ്യുന്നു, അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു എംപത്തറ്റിക്കലായ സ്മൈലാണ് വെക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പേഷ്യൻസിൽ അവർക്ക് ഒരു എന്താ പറയാ, ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവുകയും ഇമോഷണൽ വാലിഡേഷൻ ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് ഈ സ്മൈൽ. സോ ഹൗ മച്ച് യു ആർ സ്മൈലിംഗ്. ഈ സ്മൈൽ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട്. ഒരേ സമയത്ത് പേഷ്യൻസിൽ ഗീവിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, സെയിം ടൈം പേഷ്യന്റ് ഫീഡ്ബാക്ക് തിയറി പ്രകാരം നമ്മൾ എത്ര സ്ട്രെസ്ഫുൾ ആയ സമയത്തും നമ്മൾ മുഖത്ത് സ്മൈൽ കീപ്പ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓട്ടോമാറ്റിക്കലി വി ഫീൽ ഹാപ്പിനെസ്. ആ രണ്ട് ബൈഡയറക്ഷണൽ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ രണ്ടാമത്തെ പ്രത്യേകിച്ച് ഫേഷ്യൽ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും പേഷ്യൻസിന്റെ ഇമോഷണൽ വാലിഡേഷനും പലപ്പോഴും നമ്മൾ പേഷ്യൻസ് നമ്മോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇമോഷൻസും കൂടി നമ്മോട് പറയാൻ ശ്രമിക്കും. ആ സിംറ്റം, സാർ എനിക്ക് പനിയുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്, ഭയങ്കര ഡിസ്കംഫർട്ടാണ്, ഇങ്ങനെ ഡയറിയ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ ഇമോഷൻ ഓഗ്മെന്റ് ചെയ്യും. ആ ഇമോഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ, ആ ഇമോഷൻ മനസ്സിലായിട്ടുണ്ടോ എന്ന് കാണിക്കുന്ന പണി നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വഴിയാണ്. അതിനാണ് ഇമോഷണൽ മിററിംഗ് എന്ന് പറയാം. നമ്മളൊരു പേഷ്യൻ്റ് കാര്യം നമ്മോട് സാർ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇത്രയും സംഭവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ മുഖത്ത് നമ്മൾ ആ സങ്കടം കാണിക്കുന്നുണ്ടോ, നമ്മൾ സങ്കടപ്പെടുക എന്നല്ല, അതേപോലെ എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ടോ, പേഷ്യൻസ് പറയുന്ന ടോപ്പിക്സിന്റെ ഇമോഷണൽ ലോഡിങ് നമുക്ക് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതിനാണ് ഇമോഷണൽ പറയും. അങ്ങനെ ഇമോഷണൽ മിററിങ് ചെയ്യുന്നത് വഴി തെറാപ്യൂട്ടിക് ബോണ്ട് ഉണ്ടാക്കാനും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ഗതിക്ക് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നല്ല ഇമോഷണൽ മിററിങ് ചെയ്യാറുണ്ട്. ഇമോഷണൽ മിററിങ് പ്രത്യേകിച്ച് അവരുടെ എമ്പതി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അവർക്ക് ഓക്കെ പറഞ്ഞോളൂലേ എന്തൊക്കെയോ അങ്ങനെ സംഭവിച്ചോ, അത് ഇമോഷണൽ മിററിങ് മുഖത്ത് മാത്രമല്ല, ചില ആക്സിഡന്റ് ഉണ്ടാവും. ഓ മൈ ഗോഡ് അങ്ങനെ സംഭവിച്ചൂലേ, എനിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്ന നമ്മുടെ ആ ഒരു ആക്സെന്റിലും മോഡുലേഷനിലും പേഷ്യന്റിന് നമ്മൾ കൃത്യമായിട്ട് പറയാം, ഓക്കെ ഓക്കെ ശരി അങ്ങനെ സംഭവിച്ചൂലേ എന്ന് പറഞ്ഞ് വളരെ പ്ലെയിൻ മുഖം നിൽക്കുമ്പോൾ പേഷ്യൻസിന് നമ്മോട് ഓപ്പൺ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതോടൊപ്പം തന്നെ പേഷ്യൻസിൽ കൃത്യമായിട്ട് നമ്മൾ ഇമോഷണൽ മിററിങ് ചെയ്യുവാണെങ്കിൽ ദേ ടെൻ ടു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് വരും. സിംറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാനും സിംറ്റംസിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും അവർക്കൊരു സ്ട്രോങ് ആയിട്ട് തെറാപ്യൂട്ടിക് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എത്ര ഇമോഷണൽ മിററിങ് നമ്മൾ ചെയ്യുന്നോ അത്രയും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇമോഷണൽ മിററിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഓക്കെ പേഷ്യൻസ് ഭയങ്കര ഇമോഷണലി ചാർജ് ആയ കാര്യം പറയുമ്പോൾ നമ്മൾ അതിന് സിങ്ക്രോണസ് ചെയ്തുള്ള ഇമോഷൻസ് കാണിക്കുന്നുണ്ടോ, അതിനാവശ്യമായ ടോൺ കാണിക്കുന്നുണ്ടോ, ബോഡി ലാംഗ്വേജ് അങ്ങനെ കാണിക്കുന്നുണ്ടോ, നമ്മൾ അതിനാവശ്യമായ വെർബൽ റെസ്പോൺസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇമോഷണൽ മിററിംഗ് സഹായിക്കുന്നു. സോ അതോടൊപ്പം തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലെ സംഭവമാണ് നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ്. നമ്മൾ ക്ലിനിക്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇരിക്കുന്നതായിരിക്കും. ക്രൗഡ്സിന് പോകുന്ന സമയത്ത്, നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണിക്കുന്ന ഓപ്പൺ പോസ്റ്റേഴ്സ് ആണ്. പേഷ്യൻസിന്റെ മുന്നിൽ കൃത്യമായി കൈയൊക്കെ കെട്ടി ചാരി നിന്ന് ക്രോസ് ഒക്കെ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബേൺ ഔട്ട് കൊണ്ടോ ഇതൊക്കെ കോൺഷ്യസ് ആയി നിൽക്കുന്നതായിരിക്കില്ല. പക്ഷെ എന്താ സംഭവിക്കുക, കൈ കെട്ടി നിൽക്കുമ്പോൾ ഡോക്ടർക്ക് കേൾക്കാൻ താല്പര്യമില്ല, ഡോക്ടർ വേറെ അങ്ങോട്ടാണ് നോക്കുന്നത്, ഡോക്ടർ കാലം കയറ്റിയിരിക്കുകയാണ്. ഇത് മാറ്റിയിട്ട് ഓപ്പൺ പോസ്റ്റേഴ്സ് ഉണ്ടാവുക, ഐ കോൺടാക്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഐ കോൺടാക്ട് മിക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റെയർ ചെയ്തല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഒരു ഫ്രീ ഫ്ലോട്ടിങ് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു വാം അക്സെപ്റ്റിംഗ് ആയ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കീപ്പ് ചെയ്യുക, പേഷ്യൻസിന്റെ അതേ ലെവലിൽ ഇരിക്കുക, പേഷ്യൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റുക. ആൻഡ് സോ ചില കാര്യങ്ങൾ പറയുമ്പോൾ പേഷ്യൻസിലേക്ക് ലീൻ ചെയ്തിട്ട് ഒരു പേഷ്യൻസിനെ ഒരു ഇന്റിമിഡേറ്റ് ചെയ്യാത്ത പ്രോക്സിമിറ്റി നിന്നുകൊണ്ട് പേഷ്യൻസിലേക്ക് ലീൻ ചെയ്യുക. സപ്പോർട്ടീവ് ഗസ്റ്റേഴ്സ് ഉണ്ടാവും, ഓക്കെ വെരി ഗുഡ് എന്ന് പറയണ്ടാക്കാം. ഇതൊക്കെ പലപ്പോഴും പേഷ്യൻസ് പോണ സമയത്ത് നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു സപ്പോർട്ടിങ് പോസ്റ്റേഴ്സ് പോലെ ഹാൻഡ് കൊടുക്കുന്നു, ആസ് റിയലി ഗുഡ് എന്ന് പറയുന്ന സപ്പോർട്ടിങ് പോസ്റ്റേഴ്സ് ഉപയോഗിക്കുക. സോ ഈസ് കൈൻഡ് ഓഫ് ആർട്ട്. ഈ എല്ലാ സാധനങ്ങളും പതിയെ യൂസ് ചെയ്യുന്നതും കുറച്ചും കൂടി ഈസി ആയിട്ട് പേഷ്യൻസിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം പാരാലിംഗൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. നമ്മളെ പിച്ച്, ടോണ്, വോളിയം, റിതം, നമ്മൾ ഒരാൾ സംസാരിക്കുന്ന ഏത് ടോണിലാണ് ഏത് പിച്ചിലാണെന്ന് മനസ്സിലാക്കുമെന്ന് മനസ്സിലാവും അയാളുടെ ഇമോഷൻസ് എന്താ. ഇതേ സമയത്ത് ആർട്ടാണ് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് വോയിസ് മോഡുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ പിച്ച് എങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പേഷ്യൻസ് ഇങ്ങനെ സിംറ്റം പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഇതിന് പകരം ഓക്കെ പിറ്റുന്നുണ്ടായി, ഓക്കെ ശരി, ഓഹോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഓക്കെ പിന്നെന്തായി എന്ന് പറഞ്ഞ് എംഫസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഓപ്പൺ ആവുകയും അവർക്ക് സംസാരിക്കാനുള്ള സംവിധാനം പറ്റും. അതുകൊണ്ട് പാരലിംഗിൽ എത്രമാത്രം എക്സ്പ്രസീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ടോൺ എങ്ങനെ കോൺഷ്യസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം വളരെ കോൺഷ്യസ് ആയിട്ട് ടോൺ ഉപയോഗിക്കും, വളരെ കോൺഷ്യസ് ആയിട്ട് വോളിയം മോഡുലേറ്റ് ചെയ്യുക,
ആവശ്യമുള്ള സമയത്ത് ഇന്റൻഷൻ എന്ത് ചെയ്യുക, കുറച്ചുകൂടി എംഫസൈസ് ചെയ്ത് ഓക്കെ പിന്നെ സംഭവിച്ചു ഒന്ന് വ്യക്തമായിട്ട് പറയൂ. ചില സമയത്ത് പേസ് ഇടേണ്ടി വരും, ചില സമയത്ത് സൈലൻസ് ഇടേണ്ടി വരും. പേഷ്യൻസോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചില സമയത്ത് നമ്മളൊരു ഒരു ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കുക, ട്രീറ്റ്മെന്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വി മൈറ്റ് ബി യൂസ് സൈലൻസ്. തെറാപ്യൂട്ടിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സൈലൻസ്. ഈ സൈലൻസ് ഇടുന്നത് വെച്ചാൽ നമ്മൾ മിണ്ടാതിരുന്ന് ഒഫൻറ്റീവ് ആവുക മാത്രമല്ല, നമ്മൾ കാര്യം പറയുന്ന സമയത്ത് സൈലൻസ് ഇടുകയാണെങ്കിൽ ക്ലയൻസിന് പേഷ്യൻസിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന ഇൻഫർമേഷൻ ആണ്, അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. നമുക്ക് പലപ്പോഴും ഈ ഇൻഫർമേഷൻ ഇമോഷണലി ചാർജ്ഡ് ആയിരിക്കില്ല. പക്ഷെ പേഷ്യൻസ് ആലോചിക്കുന്നുണ്ടാവും എന്താണ്, അയ്യോ സർജറി പറയുന്നുണ്ട് അല്ലെങ്കിൽ മെഡിക്കേഷൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ, ഇതിന്റെ കോസ്റ്റ് എത്ര മാത്രമായിരിക്കും, ഇതിന്റെ ഡിസ്ട്രസ് എത്ര ആയിരിക്കും, സെക്കൻഡറി ഡിസ്കംഫർട്ട് എത്ര ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും ക്ലയന്റിന്റെ മനസ്സിൽ ഒരുപാട് മൾട്ടിപ്പിൾ തോട്ട്സ് പോയിണ്ടാവും. നമ്മൾ നിരന്തരമായി പറയുന്ന സമയത്ത് ക്ലയന്റ് ആ ഒരു പ്രൊസീജിയറിലായിരിക്കും. ഇപ്പം എന്ത് ചെയ്തില്ല, ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പീരിയോഡിക്കൽ ആർട്ട് ഓഫ് സൈലൻസ് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് എപ്പോൾ എവിടെ പോസ് ചെയ്യണം, ഒരു 5 സെക്കൻഡ് സൈലൻസിൽ നിന്നു പിന്നെ പറയുന്നു, അങ്ങനെ ചെയ്യുന്നതിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാറാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫോർ ഫാക്ടേഴ്സ് ലിസണിങ്. എത്ര ആക്റ്റീവായിട്ട് നമുക്ക് ലിസൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ആക്റ്റീവ് ലിസണിങ് കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ലിസണിങ് എന്നാണ് ഇപ്പം പറയാം. ഈ ആക്റ്റീവ് ലിസണിങ്ങിന് പ്രധാനമായിട്ടും ഒരു 8-9 ഫാക്ടേഴ്സ് പറയാറുണ്ട്. നിങ്ങളൊരു ക്ലയന്റിനെ നിങ്ങളുടെ പേഷ്യൻസിനെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പേ അറ്റൻഷൻ ചെയ്യുന്നുണ്ടോ. ആ അറ്റൻഷൻ പ്രധാനമായിട്ടും വരെ ഐ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ടോ. അത് ഫ്രീ ഫ്ലോട്ടിങ് കുറിച്ചു നോക്കുന്ന പകരം ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ടോ. അവർ പറയുന്ന സമയത്ത് നമ്മൾ അവരെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള അവരെ നിർത്തിയാൽ പറയും മതി മതി എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ടോ. പലപ്പോഴും ക്ലയൻസ് പറയുന്നത് അത് അവർക്ക് ആ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കില്ല, അവർക്കൊരു ഒരു കഥാസസ് ആയിരിക്കും, ഒരു വെൻഡപ്പ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യാം, അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അവർക്ക് പറയാനുള്ള സമയമാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് പലപ്പോഴും നമ്മൾ ഉണ്ടാകാറുണ്ട്, ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിലും നമുക്ക് വല്ലാത്ത പേഷ്യൻസ് ജഡ്ജ് ചെയ്ത് ഓക്കെ അത് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പുറത്ത് കുറച്ച് കോൺഷ്യസ് ആയിട്ട് റിഫ്ലക്ട് കേൾക്കുക ആൻഡ് ഷോ എമ്പതി. നമുക്ക് എമ്പതി പലപ്പോഴും ഓൾമോസ്റ്റ് വി ഹാവ് ദ എമ്പതി, പക്ഷെ പലപ്പോഴും നമ്മൾ എമ്പതി കാണിക്കാറില്ല. എങ്ങനെ എമ്പതി നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെ, ഓക്കെ എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലായി, സോ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലേ, സോ ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോ എമ്പതിയിലെ വെർബാറ്റം കാണിക്കണം. അതോടൊപ്പം തന്നെ ഷോ ഇൻട്രസ്റ്റ്. ഇപ്പൊ നിങ്ങൾ മാറുന്ന എനിക്ക് കൂടി ഇഷ്ടമുണ്ട്, ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വെർബൽ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ലിസണിങ്ങിന് സമയത്ത് വെറുതെ കേട്ടാൽ മാത്രം പോരാ, ചില ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച എത്ര സിംറ്റം ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ സമ്മറൈസ് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ ഈ സിംറ്റം മൊത്തം പറഞ്ഞിരിക്കുന്നത് ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിട്ട്, ഇത്രത്തെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, അതിനെ സമ്മറൈസ് ചെയ്യാം, അതിനെ പാരാഫ്രൈസ് ചെയ്യാം. ഇതിങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് സമ്മറൈസ് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം, പാരാഫ്രൈസ് ചെയ്യാം, ഐ കോണ്ടാക്ട് കൃത്യമായി ചെയ്യാം, വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിങ് ഈസ് ആർട്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ആർട്ടാണ്. എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വളരെ ഓപ്പൺ എൻഡഡ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഡൈക്കോട്ടമസ് ആയി ചോദ്യം ചോദിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ചോദ്യത്തിന് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ടോ, സോക്രട്ടീസ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ടോ എന്നൊക്കെ എല്ലാം ഇമ്പോർട്ടൻറ്റ്. കാരണം പേഷ്യൻസ് അത്രമാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ച് അവർ ഓക്കെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചു, ലീഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോംപ്റ്റിംഗ് ചെയ്യാറുണ്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഭാഗമാണ് പ്രോംപ്റ്റിംഗ്. പ്രത്യേകിച്ച് പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചു, ഓക്കെ പിന്നെ സിംറ്റം ഉണ്ടായി, പിന്നെന്താ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞുള്ള പാരലിങ്കിലും കൂടി ഉപയോഗിച്ചുള്ള ഒരു ആക്റ്റീവ് ലിസണിങ് വരുന്ന സമയത്ത്, ലിസണിങ് എന്ന് പറയുന്നത് വെറുതെ കേൾക്കൽ മാത്രമല്ല, ഒരു ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് പേഷ്യൻസിനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു സേഫ് ആയിട്ടുള്ള എമ്പത്തറ്റിക്കലായ സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി അവർ ഓപ്പൺ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുവഴി സ്ട്രോങ് തെറാപ്യൂട്ടിക് ബോണ്ട് ഉണ്ടാവുകയും അതുവഴി അവർക്ക് മെഡിക്കേഷൻ അഡ്ഹറൻസ് ഉണ്ടാവുകയും നമ്മളുമായിട്ട് മെഡിക്കേഷൻ കംപ്ലയൻസ് ഉണ്ടാവുകയും അതുവഴി സ്വാഭാവികമായിട്ടും അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഉണ്ടാവുകയും അവർ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ്നെസ്സിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സോ അവസാന പാർട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് മുരളി സാർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ചില സമയത്ത് നമ്മൾ ഇമോഷണലി എസ്കലേറ്റിംഗ് ആയ സിറ്റുവേഷൻ വരും. ഇമോഷണലി എസ്കലേറ്റിംഗ് സിറ്റുവേഷൻ മേ ബി നമുക്ക് ചില ബൈസ്റ്റാൻഡേഴ്സിനോടോ പേഷ്യൻസിനോടോ ചില ബൈസ്റ്റാൻഡേഴ്സിനോട് ഇൻഫ്ലുവൻസ് വരുന്ന ചില വളണ്ടിയേഴ്സിനോടൊക്കെ ആയിരിക്കും. ചില സമയത്ത് ഭയങ്കര ദേഷ്യപ്പെടേണ്ടി വരും. ചിലപ്പോൾ കൊളീഗ്സിനോടായിരിക്കും, സ്റ്റുഡൻസിനോടായിരിക്കും. ആ ഇമോഷണലി എസ്കലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഇമോഷണലി ഡി എസ്കലേഷനുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കാം.
കാരണം നമ്മൾ എത്ര ഇമോഷണലി സ്റ്റെബിലൈസ് ചെയ്ത് നിന്നാലും ചില സമയത്ത് ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യും, എസ്കലേറ്റ് ചെയ്യുന്ന, ഡിസ്റ്റർബ് ആക്കുന്ന, ട്രിഗർ ആക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സാർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓരോരുത്തർക്കും ട്രിഗേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, സിസ്റ്റം ഫാക്ടേഴ്സ് ആവാം, പേഴ്സണൽ ഫാക്ടേഴ്സ് ആവാം, പേഷ്യൽ ഫാക്ടേഴ്സ് ആവാം. ഒരു ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നെ ഇമോഷണലി ട്രിഗർ ആക്കുന്ന, എന്റെ ഇമോഷണൽ ടെമ്പർമെന്റ് കളക്കുന്ന ട്രിഗേഴ്സ് എന്തൊക്കെയാണ്. ആ ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കോൺഷ്യസ് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. അതിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഓരോ വ്യക്തിയുടെയും ഇമോഷണൽ ട്രിഗേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ്, ക്ലസ്റ്റർ ബിയിലാണോ ക്ലസ്റ്റർ എയിലാണോ എന്ന് മാത്രമല്ല, ടൈപ്പ് എ ആണോ ടൈപ്പ് ബിയിലാണോ, പേഴ്സണാലിറ്റി ടൈപ്പ്, അയാളുടെ സ്ട്രെസ് ലെവല്, അയാളുടെ ഇമോഷണൽ ബേൺ ഔട്ട്, ഇതെല്ലാം ബാധിക്കും. പ്രത്യേകിച്ച് 5 ഫാക്ടേഴ്സ് സാറോട് ഡിസ്കസ് ചെയ്തതാണ്. ഹൈ വർക്ക് ലോഡ്, ഹൈ പ്രഷർ. പലപ്പോഴും ആൾക്കാർ ബേൺ ഔട്ട് ആയി പോകുന്ന സമയത്ത് ഹൈ വർക്ക് ലോഡും ഹൈ പ്രഷറും ഇത്ര സമയത്തിനുള്ളിൽ വർക്ക് തീർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും, ബിസി OPD തീർക്കേണ്ടി വരും. ആ സമയത്ത് ദർ ഇസ് എ ഹൈ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവും. അത് പലപ്പോഴും ആ സമയത്ത് ഉണ്ടാകുന്ന ചില ഇമോഷണൽ സിറ്റുവേഷൻസ് ഇമോഷണൽ ട്രിഗർ ചെയ്ത് കളയും. പലപ്പോഴും നമ്മൾ ബേൺ ഔട്ട് സയൻസ് നോക്കാറില്ല. മുന്തി സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഹൈ ചാൻസ് വി മേ ഗെറ്റ് ബേൺ ഔട്ട് സയൻസ്. എവറി പ്രൊഫഷണൽസിൽ ബേൺ ഔട്ട് ഉണ്ട്. ഈ ബേൺ ഔട്ട്സിന്റെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് വർക്ക് റിലേറ്റഡ് സിംറ്റംസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. എനിക്ക് ബേൺ ഔട്ട് ഉണ്ടോ, ബേൺ ഔട്ട് ഉണ്ടോ. ആ ബേൺ ഔട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ട്രിഗേഴ്സ്, നമുക്ക് മുമ്പ് വലിക്കാത്ത ട്രിഗേഴ്സ് പോലും പെട്ടെന്ന് വലിക്കും. നമ്മൾ ബേൺ ഔട്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ കൂടെയുള്ള കൊള്ളിക്ക് നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പറയാം, നമ്മൾ സുപ്പീരിയർ വേറെ എന്തെങ്കിലും പറയാം. അപ്പോൾ സോ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ വെറുതെ അവരുടെ ഡിസ്കംഫേർട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ നമ്മളെടുത്ത് പ്രൊജക്ട് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യും, മുമ്പത്തേക്കാട്ടും പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ആൻഡ് ആൾസോ പൂർ ടീം ഡൈനാമിക്സ്. ടീം ഡൈനാമിക്സ് ഭയങ്കര പോറാണ്. നമ്മൾ ഒരു ഹോസ്റ്റൽ സിറ്റുവേഷനാണ്, എന്നെ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇൻകോമ്പറ്റൻസിനെ ഒക്കെ ചോദ്യം ചെയ്യുന്നൊക്കെ തോന്നുന്ന സമയത്ത് വരുന്ന സമയത്താണെങ്കിൽ നല്ല ടീം ഡൈനാമിക്സ് ഇല്ലെങ്കിൽ സ്വാഭാവികമായി എസ്കലേറ്റ് സാധ്യതയുണ്ട്. സോ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല, നമുക്ക് ചില സമയത്ത് ഇമോഷണൽ ഡെലിമാസ് ഉണ്ട്, വാല്യൂ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ഇമോഷണലി എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇമോഷണൽ എസ്കലേറ്റ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എങ്ങനെ, ഹൗ ഡു വി ഇമോഷണലി ഡി എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇമോഷണൽ ഡി എസ്കലേറ്റ് ചെയ്യുന്ന ഗ്രൗണ്ടിങ് ടെക്നീക്സ് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൗണ്ടിങ് ടെക്നീക്സ് ഉണ്ട്. ആ നമ്മുടെ പേഴ്സണാലിറ്റിക്കും നമ്മുടെ സിറ്റുവേഷന് പറ്റിയ ഗ്രൗണ്ടിങ് ടെക്നീക്സ് എന്തൊക്കെയാണ്. ചില ഗ്രൗണ്ടിങ് ടെക്നീക്സ് പറയാറുണ്ട്, ബ്രീത്തിങ് എടുക്കുക, മിണ്ടാതിരിക്കുക. അതൊന്നും എല്ലാവർക്കും എല്ലാ സമയത്തും പറ്റിക്കൊണ്ടിരിക്കില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വർക്കിംഗ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ക്ലയന്റ് പോപ്പുലേഷനെ നോക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് എടുക്കുക. പ്രത്യേകിച്ചും പറയാനുള്ള ഒരു 8 സ്റ്റേജിലാണ് പറയാനുള്ളത്. ഒന്നാമത് എപ്പോഴും ചെയ്യേണ്ട റൂൾ എന്ന് വെച്ചാൽ സ്റ്റേ കാം ആൻഡ് റെഗുലേറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന സാറാണ്. സ്റ്റേ കാം എന്ന് പറയുന്നത് അത് ആക്ച്വലി നമ്മൾ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി, ഷോസ്റ്റ് കാംനെസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇമോഷണലി ഉള്ളിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും പുറത്ത് നമ്മളെ ബോഡി പോസ്റ്ററിൽ സ്റ്റേ കാം ആയിട്ടുള്ള പോസ്റ്റർ ഇല്ല. അത് ഏറ്റവും ബെറ്റർ ആയ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇമോഷണൽ എസ്കലേറ്റ് ആണ്, നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ആകാൻ ചാൻസ് ഉണ്ട്. പേഷ്യൻസ് നമ്മൾ എത്ര ഡിസ്റ്റർബ് ആകാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ പേഷ്യൻസോ ബൈസ്റ്റാൻഡേഴ്സോ മറ്റാരെങ്കിലും ഡിസ്റ്റർബ് ആകാൻ ശ്രമിക്കുന്നില്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റേ കാമായുള്ള ബോഡി പോസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, പലപ്പോഴും ഈ ഓപ്പോസിറ്റുള്ള വ്യക്തി നമ്മളെ ഇമോഷണലി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനോട് റിയാക്ട് ചെയ്യുന്നതിന് പകരം എക്സ്പ്ലോർ ചെയ്തു എന്താണ് അയാൾ പറയുന്നത്. ബിക്കോസ് ദ പേഴ്സൺ ഇമോഷണലി ചാർജ് ചെയ്യുന്ന സമയത്ത് അയാൾ ലോജിക്കായി സംസാരിക്കുന്നുണ്ടാവും, അയാളുടെ ഇമോഷൻസ് ഇമോഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പലപ്പോഴും അവർ ഇറാഷണൽ ആയിട്ട് പറയുന്നുണ്ടാവും. അവർ പലപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാതെ അൺഎമ്പത്തറ്റിക് ആയിട്ട് പറയുന്നുണ്ടാവും. അങ്ങനെ ഇമോഷണൽ ഡിസ്റ്റർബ് ആളടുത്ത് പോയിട്ട് ലോജിക്കലി എക്സ്പ്ലനേഷൻ പോയിട്ട് പറയേണ്ട ആവശ്യം വരില്ല, കാരണം ഈ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവിടെ നമുക്ക് വേണ്ടത് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യും. ഐ അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻസ്, ഓക്കെ ഇങ്ങനെ സിറ്റുവേഷൻ സംഭവിച്ചില്ലേ, ഓക്കെ ദാറ്റ്സ് റിയലി ബാഡ് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ ബേസിക്കലി നമ്മളൊരു മൃഗങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒരാൾ അഗ്രസീവായി നമ്മളും അതേ അഗ്രഷനിൽ പോയാൽ എവല്യൂഷണറി പ്രിൻസിപ്പിൾ പ്രകാരം അയാൾ അതിനെക്കാട്ടും കൂടുതൽ അഗ്രഷനായി മാറും. ബേസിക്കലി വി ആർ എവല്യൂഷണറി ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ ആ ഒരു അനിമലിസ്റ്റിക് നാച്ചർ നമ്മൾക്കുള്ളിൽ എപ്പോഴും ഉണ്ട്, വൈൽഡ് നാച്ചർ ഉണ്ട്. അപ്പോൾ ഒരാൾ ഭയങ്കര അഗ്രസീവ് ആയ സമയത്ത് നമ്മളും അഗ്രസീവ് ആയി കഴിഞ്ഞാൽ അഗെയിൻ ആ സിറ്റുവേഷൻ ഭയങ്കര കുളമാവും. സ്വാഭാവികമായിട്ടും സ്ട്രാറ്റജിക്കലി നമ്മൾ ചെയ്യാവുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ വി കീപ് സോഫ്റ്റ് ആവുക, സ്ലോ ആവുക, ജെന്റിൽ ടോൺ ഉപയോഗിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഓക്കെ ഇദ്ദേഹം എന്നെ പ്രൊമോക്ക് ചെയ്ത്, കാരണം അവിടെ ഒരു ഇമോഷണൽ ഫൈറ്റ് ആയിരിക്കും അങ്ങനെ ഉണ്ടാവുക. അതോടൊപ്പം സെൻസ് ഓഫ് കൺട്രോൾ ചെയ്യാം. പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അതേ വോയിസിലും അതേ സ്ഥാനത്തും റിയാക്ട് ചെയ്യുന്ന പകരം സ്വാഭാവികമായിട്ടും എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്,
എന്താണ് അത് നോക്കുന്നത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സുകൾ, പ്രസന്റ് ഫോക്കസ് സാധനങ്ങൾ ഉപയോഗിപ്പിക്കാം. ഗ്രൗണ്ടിങ് ടെക്നിക്സ് പ്രത്യേകിച്ച് ബ്രീത്തിങ് എക്സസൈസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രാക്ഷൻ മാറ്റാം, കുറച്ചേരം അങ്ങോട്ട് മാറി നിൽക്കാം. ഇൻവേർഡ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉണ്ട്. പുറത്ത് നമ്മൾ പേഷ്യൻസിനെ കാണുന്നതായിരിക്കും, പക്ഷെ നമ്മൾ മനസ്സിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിക്കും, മനസ്സിൽ വേറെ എന്തെങ്കിലും നോക്കും. ഇന്റേണൽ ഡിസ്ട്രാക്ഷൻ എന്ന സാധനമുണ്ട്. പേഷ്യന്റ് ചേർക്കും നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കുന്നതായിരിക്കും, ആ ക്രൗഡിനോട് സംസാരിക്കായിരിക്കും. അപ്പം ഇന്റേണലി എന്ത് ചെയ്യാൻ പറ്റും? ഇന്റേണലി നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അവോയ്ഡ് ആർഗ്യുമെന്റ്സും ബ്ലെയിമിങ്ങും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ കേസിൽ പ്രത്യേകിച്ച് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആൾക്കാർ വീഡിയോ പിടിക്കുന്നുണ്ടാവും. സോ നമ്മൾ ആ സമയത്ത് ഇമോഷണൽ എസ്കലേറ്റ് ആയിട്ട് പറയുന്ന പല വേർഡുകളും നമ്മൾ കൺട്രോൾ വിട്ടു പോകും. അതുകൊണ്ട് തന്നെ പരമാവധി ആർഗ്യൂ ചെയ്യില്ല, ബ്ലെയിം ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സോ ഗ്രാജുവലി ഇത് ഇമോഷണലി എസ്കലേറ്റ് ചെയ്ത സമയത്ത് സമ്മറൈസ് ചെയ്യുക, പ്രോബ്ലം സോൾവിങ്ങിന് അപ്പം പോവാതിരിക്കാൻ ശ്രമിക്കുക. പോവിങ് പതിയെ പതിയെ ഇമോഷൻ സബ്സൈഡ് ചെയ്ത ശേഷം മാത്രം പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകാൻ ശ്രമിക്കാം. ആ സമയത്ത് തന്നെ ഇമോഷന്റെ കൂടെ തന്നെ പ്രോബ്ലം സോൾവിംഗ് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ എഫക്റ്റീവായ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് പലപ്പോഴും എടുക്കുന്നുണ്ടാവില്ല. സോ ഇതോടെയും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. സോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഈ കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഒരേ സമയത്ത് പേഷ്യൻസ് പറഞ്ഞ കാര്യങ്ങളും പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിലെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള പല എലമെന്റ്സും പുറത്തു കാണും. പലപ്പോഴും നമ്മളും ഡിസ്റ്റർബ് ആകാനുള്ള കാരണം പേഷ്യൻസ് പറഞ്ഞതായിരിക്കില്ല. പേഷ്യൻസ് പറയുമ്പോൾ നമ്മുടെ ചില ഈഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചില അൺവാണ്ടഡ് മെമ്മറീസ് ആയിരിക്കും, അൺവാണ്ടഡ് വൂൺസ് ആയിരിക്കും, നമ്മൾ ആരോടും പറയാതെ അടക്കി വെച്ച ചില ഇമോഷൻസ് ആയിരിക്കും. ഇത് പുറത്തു കാണും. എപ്പോഴും നമ്മൾ പേഷ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടത്, നമ്മുടെ ഏതെങ്കിലും അൺവാണ്ടഡ് ഇമോഷൻസിനെ ഹിറ്റ് ചെയ്യുന്നുണ്ടോ, ട്രിഗർ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ചില ഇമോഷൻസിനെ അവർ പറയുന്നുണ്ടോ. ചില സമയത്ത് ഒരു ക്ലിനിക്കിൽ ഒരു കുട്ടിനെ അച്ഛൻ അടിക്കുന്ന കണ്ട സമയത്ത് നമുക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യം തോന്നും. കാരണം നമ്മൾ ആലോചിച്ച്, ഞാൻ എൻ്റെ കുട്ടിയെ അടിക്കുന്ന സമയത്തുണ്ടോ, എൻ്റെ അച്ഛൻ എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് വൈഫിനെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ അമ്മക്ക് അച്ഛൻ അടി കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സാധനമായിരിക്കും നമ്മളവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഇമോഷണൽ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നത്, ഈ ഡിസപ്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള അൺവാണ്ടഡ് ഇമോഷൻസിന്റെ ഒരു പ്രൊജക്ഷൻ ആയിട്ടാണോ എന്നും കൂടിയുള്ള സെൽഫ് റിഫ്ലക്ഷനും കൂടി ചെയ്യണം. പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ലാറ്റന്റ് ആയിട്ട് ഇങ്ങനത്തെ അൺവാണ്ടഡ് ഇമോഷൻസും നമ്മളെ ഇമോഷണൽ ബാഗേജും വർക്ക് ചെയ്യാറുണ്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ ഇമോഷണൽ ബാഗേജ് എത്രമാത്രം ഹെവിയാണ്, നമ്മൾ എത്രമാത്രം ഡിസ്കംഫേർട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പലപ്പോഴും പറയാറുണ്ട്, അങ്ങാടിയിൽ തോറ്റത് അമ്മയോട് എന്ന് പറയുന്നുണ്ടല്ലോ. പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ മറ്റ് സിറ്റുവേഷൻസ് പ്രൊജക്ട് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കേണ്ടത്, അങ്ങനെ സിറ്റുവേഷൻ നമുക്കുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെൽഫ് റിഫ്ലക്റ്റീവ് പാറ്റേൺസ് ഫോളോ ചെയ്യണം. എന്തെങ്കിലും പേഷ്യൻസ് പറഞ്ഞ സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്വന്തം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ സെൽഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് കൂടി ചെയ്യാം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫാക്ടേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ ബിഗ് ടോപ്പിക് ആണ്. അതിന്റെ ചില കുറച്ച് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. സോ ഓവറോൾ നമ്മൾ ടേക്ക് അവേ മെസ്സേജ് എത്രയാണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ കോമ്പിറ്റൻസി, സിമ്പിൾ ഒരു ആഡ് ഓൺ കോമ്പിറ്റൻസി മാത്രമല്ല, ഇറ്റ്സ് എ ഫൗണ്ടേഷൻ കോമ്പിറ്റൻസി ആയിട്ടാണ് പറയാറ്. Through the communication, we can transform the knowledge into the healing and build a meaningful patient partnership and deliver true patient-centered care. So communication, take meaningful takeaway message വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു മേജർ കോമ്പിറ്റൻസി ആണ്. ഇത് ഒരേ സമയത്ത് ലിസണിങ്ങും എക്സ്പ്രഷനും നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരു കോമ്പിറ്റൻസിയൊക്കെ മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലിനിക്കൽ എഫക്റ്റീവ്നെസ്സും ക്ലിനിക്കൽ കോമ്പിറ്റൻസിയും പേഷ്യന്റ് അഡിയറൻസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതുവഴി സ്വാഭാവികമായിട്ടും ബെസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വിത്ത് ദിസ്, താങ്ക് യു. എക്സലന്റ്, താങ്ക് യു ഡോക്ടർ റഹീമുദ്ദീൻ. വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും അത് വളരെ യൂസ്ഫുള്ളായി. ഏതായാലും ഡോക്ടർ അജുവിനെ ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി വിളിക്കുകയാണ്. എന്തായാലും ഈ ക്ലാസ്സിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ആൾക്കാർ പങ്കെടുത്തില്ല. സാധാരണ നമ്മൾ ഇതിലൊരു 200-250 ആൾക്കാർ പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്തോ നിരവധി ക്ലാസ്സുകൾ വന്നുകൊണ്ടായിരിക്കാം കുറച്ച് കുറവാണ്. എന്നാലും 116 ആൾക്കാർ പങ്കെടുത്തു. എന്തായാലും ഈ ക്ലാസ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും സാറേ, ഞാൻ ഇടയ്ക്ക് പങ്കെടുക്കാത്തവർക്ക് അതൊരു നഷ്ടം തന്നെയായിരിക്കും. ഡോക്ടർ അജു, ഓക്കെ. ഇടയ്ക്ക് വേറെ കോള് വന്ന് കട്ടായി. കേൾക്കാമോ? ഹലോ, കേൾക്കാം. കേൾക്കാമോ? ആ, ക്ലാസ് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ഒരു മിനിറ്റ് മുമ്പ് ഒരു കോള് വന്നായിരുന്നു.
അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ സംസ്ഥാന നേതൃത്വം, എനിക്ക് തോന്നുന്നു ആരും ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സംസ്ഥാന നേതൃത്വം നമുക്ക് ഇങ്ങനൊരു അവസരം, ഒരു വെബിനാർ മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സെമിനാർ നടത്താൻ ഒരു അവസരം തന്നതിൽ ആദ്യം സംസ്ഥാന നേതൃത്വം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വെബിനാർ ആദ്യം ഇതിനൊരു ബ്യൂട്ടിഫുൾ സ്വാഗതം അർപ്പിച്ച ഡോക്ടർ ഹാനി ഹസന്റെ സുഹൃത്തായ ഡോക്ടർ ഹാനി ഹസനും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പീക്കേഴ്സ് നമ്മുടെ സംസ്ഥാന മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ KGMA മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ ചെയർമാനായ ഡോക്ടർ മുരളീധരൻ സാർ. അദ്ദേഹം നമ്മുടെ അൺപ്രൊഫഷണൽ ബിഹേവിയേഴ്സിനെ പറ്റി ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതിന്റെ റീസൺസും കോൺസിക്വൻസസും അതുപോലെ തന്നെ നമ്മുടെ ഷെയർഡ് ഡിസ്കഷന്റെ, പേഷ്യന്റുമായിട്ടുള്ള ഷെയർഡ് ഡിസ്കഷന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്, വളരെ വലിയൊരു ടോപ്പിക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തു. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്പീക്കറായ ഡോക്ടർ റഹീമുദ്ദീൻ, കുതിരവട്ടം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറ്റി എടുത്തു. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, പോസ്ചറിങ്, ജെസ്ചറിങ്, ടോൺ, എവറിഥിങ്. Actually, as a psychiatrist, I must agree that it was one of the beautiful class on that topic I have ever came across. പിന്നെ അടുത്തതായി നമ്മുടെ 2 സീനിയർ സൈക്യാട്രിസ്റ്റ്, അവര് ഒരുപാട് പ്രാവശ്യം ഈ ടോപ്പിക്കുകളെല്ലാം പല പ്രാവശ്യം പ്രസന്റ് ചെയ്താവും കേട്ടതാവും. എന്നാലും ഡോക്ടർ അബ്ദുൾ റസാഖ് സാറിനെയും ഡോക്ടർ അരുൺ കിഷോർ സാറിനോടും മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അവസാനമായി ഇത്രയും നേരം നമുക്ക് ഈ കണ്ടിന്യൂസ് സെമിനാറുകളും വെബിനാറുകളും ആയത് കൊണ്ട് അറ്റൻഡ് ഷോർട്ടേജ് ആയിരുന്നു. എന്നാലും ഏകദേശം 130-140 പേര് സെമിനാറിൽ അറ്റൻഡ് ചെയ്തു. എല്ലാ KGMA മെമ്പേഴ്സിനും മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ് എല്ലാം കേട്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്, പ്രാവർത്തികമാക്കാനുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും നമ്മൾ നാളെ നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു ചിരി, അത് ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഫോർ ദ പേഷ്യൻസ് ആസ് വെൽ ആസ് ഫോർ അവർസെൽവ്സ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഡോക്ടർ അരുൺ കിഷോർ സാറിനോട് എന്തെങ്കിലും ഒന്ന് ഈ ഒരു കാര്യത്തിൽ ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരുന്നു. അരുൺ കിഷോർ സാർ. സർ. ഓക്കെ സാർ. ഹലോ മുരളി. മുരളിയും റഹീമുദ്ദീനും എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഭംഗിയായി കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ KGMA ഇങ്ങനത്തെ ഒരു വിഷയത്തിനെ കുറിച്ചൊരു സെമിനാർ നടത്തുന്നത് തന്നെ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് സംഘടനയോടും സംഘടനാ ഭാരവാഹികളോടും. രണ്ടുപേരും നന്നായി സംസാരിച്ചു, എല്ലാം കവർ ചെയ്തു. അതിലുപരി ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. നന്ദി. താങ്ക് യു സാർ. സാറേ, ഒന്ന് സംസാരിക്കാമോ സാറേ? ഞാൻ ഡോക്ടർ രാജേഷ്, കോട്ടയത്ത് ഏറ്റുമാനിരുന്ന. കേൾക്കാമോ സാർ? ഓക്കെ പറയൂ. സാറേ, നമ്മൾ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ഡോക്ടേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് 2 നമ്മുടെ ലീഡേഴ്സും പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളൊരു ജനങ്ങൾക്ക് കുറച്ചൊരു ബോധവൽക്കരണവും നമ്മുടെ പേഷ്യൻസിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പറയുന്നതും കുറച്ചുകൂടി നന്നായിരിക്കും സാർ. ഇനിയുള്ള സെഷനിലൊക്കെ പലപ്പോഴും എന്ത് വന്നാലും എന്തും സഹിക്കേണ്ടവരും എന്തും അങ്ങേയറ്റം പല കാര്യങ്ങളും സഫർ ചെയ്യേണ്ടവരുമാണ് ഡോക്ടേഴ്സ്. അവരിതൊക്കെ മാനേജ് ചെയ്യാൻ സ്കിൽഡ് ആണ്. ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്ക് എങ്ങനെ വേണോ പ്രവർത്തിക്കാം. ജനങ്ങൾ, ഇപ്പം പൊളിറ്റീഷ്യൻസ് പൊതുവെ പറയുന്ന വാക്കാ, അത് ജനങ്ങളല്ലേ, നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവരല്ലേ, അവരതൊക്കെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് വേണോ സ്വാതന്ത്ര്യം കാണിക്കും. ഈവൻ ഇൻ കേസ് സാർ, നമുക്ക് പ്രാഥമിക കാര്യത്തിന് പോകുമ്പോൾ തന്നെ പിന്നെ നെറ്റി ചുളിയുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം പേഷ്യൻസും. ഡോക്ടേഴ്സ് വന്നാൽ 5 മണിക്കൂർ അനങ്ങാതെ അവിടെ ഇരിക്കണം, വെള്ളം കുടിക്കാൻ പാടില്ല, യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ള. അപ്പം ഈ പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്ന്, അവരും മനുഷ്യരാണ്, അവർക്ക് സ്വാഭാവികമായിട്ടുള്ള മാനുഷിക അവകാശങ്ങളുണ്ട് എന്നറിയാനുള്ള ഒരു കോമൺ സെൻസ് ജനങ്ങളുടെ ഇടയിൽ, മാധ്യമങ്ങളുടെ ഇടയിൽ സമയബന്ധിതമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും കൂടി പറ്റിയ നന്നായിരുന്നു. അപ്പോൾ അതേപോലെ ജനങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ അനുസരിച്ച് നമ്മുടെ സംവിധാനവും സിസ്റ്റത്തിനും പലപ്പോഴും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്താൻ, ഉദാഹരണം നമ്മുടെ മാൻ പവർ,
ധരിപ്പിക്കാൻ ഈ രണ്ട് കാര്യങ്ങളും കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡോക്ടർ രാജേഷ്. റൌഫ് സാർ ഉണ്ടല്ലോ, ഡോക്ടർ റൌഫ് സാർ. ഹലോ. പറയൂ. അല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു എല്ലാവരുടേതും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടേഴ്സിന് എല്ലാവർക്കും ഒരു എന്താ ഒരു റിമൈൻഡർ ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു തുടക്കമാണിത്. തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവട്ടെ. എന്തായാലും ക്ലാസ് ലീഡ് ചെയ്ത എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സുബ്രഹ്മണ്യൻ സാർ ഉണ്ടല്ലോ. സുബ്രഹ്മണ്യൻ സാറേ, സാർ. സുബ്രഹ്മണ്യൻ സാറ് പോയോ? ഇല്ല മുരളി, ഉണ്ട്. എന്റെ മൈക്ക് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഓക്കെ. നല്ല 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 സെഷൻ ആയിരുന്നു. താങ്ക് യു റഹീം ആൻഡ് താങ്ക് യു മുരളി. ഇത് ഇത്തരം സെഷൻസ് കുറച്ച് ഇടയ്ക്ക് നടത്തുകയും കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ, നമ്മുടെ ഓൺലൈൻ മാധ്യമത്തിന്റെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് അധികം ഉണ്ടാവില്ല. അപ്പോ അതിന് കുറച്ചൊരു ഇന്ററാക്റ്റീവ് ആക്കാനും കൂടി ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഓഫ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. കാരണം എല്ലാം സോഫ്റ്റ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറട്ടിക്കൽ ഡിസ്കഷൻ വരുമ്പോൾ അത് പ്രായോഗികമായിട്ട് നിത്യജീവിതത്തിലേക്ക് എവിടെയൊക്കെ അത് സന്നിവേശിപ്പിക്കാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു പുനർചിന്തനം നടത്തുന്ന വെച്ചാൽ ഇന്ററാക്ഷൻ ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഓൺലൈൻ മാധ്യമത്തിന് അങ്ങനെ ഒരു പരിമിതി ഉണ്ട്. പക്ഷേ റഹീം, you surpassed even my expectation. Well done. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, രാഹുൽ സഹദേവൻ. സാറേ, ഞാൻ നമ്മുടെ ഒ പിയിൽ വരുന്ന കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എങ്ങനെയൊന്ന് ഫേസ് ചെയ്യാന്നുള്ളൊരു സജഷൻ ചോദിക്കാനായിരുന്നു. ചോദിച്ചോട്ടെ സാറേ? എന്താണ് ചോദിച്ചത്? കേൾക്കുന്നില്ല. ഹലോ. പറയൂ. അല്ല സാറേ, നമ്മൾ ഒ പി മാനേജ് ചെയ്യുമ്പോഴേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്ന കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ ടാക്ടിക്കലായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളത് ചോദിച്ചോട്ടെ? ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. അതായത് ഒ പിയിലെ ബേർഡൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒ പിയിലെ തിരക്ക്? ബേർഡനല്ല സാറേ, അതായത് സാറേ ഒ പിയിൽ നമുക്ക് എപ്പോഴും പ്രശ്നമായിട്ട് വരുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് ലീഗലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ ക്യൂ തെറ്റിച്ച് കയറുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ കയറുന്നവരെ നമ്മൾ ഒ പിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ മയത്തിൽ ഡീൽ ചെയ്ത് എന്നാൽ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലും നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒ പി ബേർഡൻ കൂടുതലാണ്. നമുക്ക് ഒരു പേഷ്യൻ്റെ അടുത്ത് 1 മിനിറ്റ് പോലും മിക്കപ്പോഴും സമയം കിട്ടാറില്ല. റെയറിലായിട്ട് നമുക്ക് 2-3 മിനിറ്റ് തിരക്കില്ലാത്ത ദിവസങ്ങൾ കിട്ടും. അപ്പൊ ഈ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ പേഷ്യന്റെ ഹിസ്റ്ററി എടുക്കാനും ഡോക്യുമെന്റ് ചെയ്യാനും രജിസ്റ്റർ എഴുതാനും ആ ഒരു ടൈമിനുള്ളിൽ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നുള്ളതും കൂടെ. തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സർവീസിലെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ തിരക്ക്, അതിനനുസരിച്ചുള്ള മാൻ പവർ ഇല്ലാത്ത, ലോജിസ്റ്റിക്സ് ഷോർട്ടേജ്, അതേപോലെ തന്നെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് മാക്സിമം സേവനങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് തിരക്കുള്ള അവസരത്തിലാണെങ്കിലും എന്താണെങ്കിലും തന്നെ നമ്മൾ സ്ട്രെസ്ഡോ, നമ്മൾ ബേൺ ഔട്ടോ, നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആ സമയം നമ്മൾ നിർബന്ധമായിട്ടൊരു ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. വലിയ തിരക്കാണെങ്കിൽ പുറത്തൊന്ന് പോയിട്ടൊന്ന് ഇതായിട്ട് വരിക എന്നുള്ളത് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് വീണ്ടും ഇതില്ലേ, പിന്നെ പറഞ്ഞ പോലെ തന്നെ തിരക്ക് ഡീൽ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും തന്നെ ഇതിൽ റഹീമുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പറയാനുള്ള കാര്യം അസേർട്ടീവായിട്ട് പറയുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ യെല്ലിങ്, അതായത് വോയിസ് ഉയർത്തിയിട്ടല്ല സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയും, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അവൻ്റെ പാരൻറ്റും കൂടി വന്നിട്ട് എന്നോട്
പറഞ്ഞു, സാറേ എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. അവിടെ SLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്, ഒരു ജനുവരി മാസത്തിലാണ്. സാറ് ഒരു 10 ദിവസം ഇവന് ഷോർട്ടേജ് ഉണ്ട്. അത് സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, ഇവിടുത്തെ PHCയിലെ ഡോക്ടർ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം, അത് തന്നു കഴിഞ്ഞാൽ അവന് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനത് ഞാൻ ചോദിച്ചു എപ്പോഴെങ്കിലും ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടൊന്നുമില്ല, അവൻ കുറച്ച് എങ്ങനെയൊക്കെയോ മിസ്സായതാണ്, അതിലേതായതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ കാണിക്കാത്ത സാധനത്തിന് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ അയാൾ പിന്നെ സൗണ്ട് കൂടി. അതെന്തുകൊണ്ട്? ടീച്ചർ പറഞ്ഞാണല്ലോ, നിങ്ങൾക്ക് എന്താ തന്നാലേ എന്ന രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ച് ഞാനും സൗണ്ട് കൂട്ടി. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഒരു പ്രശ്നമായി. പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടി ആ ഒരു വ്യക്തിയെ പിടിച്ച് മാറ്റി അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത്. അവിടെ ഞാൻ ശരിക്കും തെറിച്ച് കുറച്ചുകൂടി അൺപ്രൊഫഷണലായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്തത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം, നമ്മളുടെ ഒരു മനസാക്ഷിക്ക് യോജിക്കാത്തൊരു കാര്യം അവരിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിലേക്ക്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്യൂ തെറ്റിച്ച് വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മളവിടെ സൗണ്ട് ഉയർത്താതെ അതേസമയം അസേർട്ടീവായിട്ട് കാര്യങ്ങൾ പറയാനും, അത് ബാക്കിയുള്ളവരെ കൊണ്ട് ഈ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്, അതിൽ നിങ്ങൾ മാത്രം ക്യൂ തെറ്റിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ ആ രീതിയിൽ പറയാനുള്ളൊരു പഠനം കൂടിയാണ് നമ്മൾ വേണ്ടത്. അത് ബൈ പ്രാക്ടിക്കൽ, ബൈ എക്സ്പീരിയൻസ്. ഈ സമരത്തിൽ, അവസരത്തിൽ ഞാൻ വേറൊരു വിഷയം കൂടി പറയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട്, വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സാറായിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഹംസ പാലക്കൽ പറഞ്ഞൊരു ഇതാണ്. അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഒരു സൂപ്രണ്ടിൻ്റെ അടുത്ത് അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്യൂരിറ്റി മറ്റേ സ്ത്രീയുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി ഈ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് വളരെ ആക്രോശിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആ സെക്യൂരിറ്റിയെ വിളിച്ച് അതിന് വേണ്ട പരിഹാരം തരണമെന്നാണ്. പക്ഷേ സാറെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി തരൂ, ഞാനത് ആലോചിച്ച് ഞാൻ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവർ വീണ്ടും വളരെയധികം യെല്ല് ചെയ്തുകൊണ്ടും വളരെയധികം ഷൗട്ട് ചെയ്തുകൊണ്ടും പറയണം അത് പറ്റില്ല എന്നൊക്കെ പറയണ്ടേ. പക്ഷെ സാർ അതിനൊന്നും മറുപടി കൊടുത്തില്ല. അവർ പറയുന്ന ഒന്നിനും പറയുന്നത് ഈ ഒരു വാചകം മാത്രം ഒരു 4-5 പ്രാവശ്യം, അതായത് നിങ്ങൾ കംപ്ലൈൻറ്റ് എഴുതി തരൂ, ഞാനത് വേണ്ട രീതിയിൽ അതിന് നടപടി എടുത്തോളാം എന്ന് മാത്രം. വേറെ ഒന്നിനും തന്നെ അവർ പറയുന്നതിലേക്ക്, അവരുടെ കൊടുത്ത ചൂണ്ടയിലേക്ക് സാറ് കൊടുത്തില്ല. സാറ് ഇത് മാത്രം പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു പോയി. ഇതാണ് കുറച്ചും കൂടി മെച്ചുവറായിട്ടുള്ള ഒരു അവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറ് എടുത്ത തീരുമാനം. അവിടെ അദ്ദേഹം ശബ്ദമൊന്നും ഉയർത്തി പറയാതെ, പക്ഷെ കാര്യങ്ങൾ ഇതായി പറഞ്ഞ, അതേസമയം അതിന് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാതെ. ഇതുപോലത്തെ സന്ദർഭങ്ങൾ നമ്മൾ PHCയിലും അതുപോലെ തന്നെ സൂപ്രണ്ടായിരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പല വിധത്തിൽ ചിലപ്പോൾ നമ്മുടെ കൊളീഗ് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ് സ്റ്റാഫിൻ്റെ എന്തെങ്കിലും മിസ്ബിഹേവിയർ, വേറെ എന്തെങ്കിലും ഇഷ്യൂ, പക്ഷെ അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇതായിരിക്കും കാണിക്കേണ്ടത്. എന്തായാലും ഇതിൽ ഇനി വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടോ ഡോക്ടർ അജു, ഡോക്ടർ ഹാനി? സാറേ, നേരത്തെ പറഞ്ഞ ഡോക്ടർ രാജേഷ് ആണേ. സാറേ കേൾക്കാമോ സാർ? അറിയോ? ഹലോ സാറേ, ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനിടയിൽ അനഭിതൻ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അതായത് അവർക്ക് താല്പര്യം ഇല്ലാത്ത പോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻറ്റിനെ നോക്കുന്നതിൽ കൂടുതൽ സമയം ഞാൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് OP നീങ്ങുന്നതിൽ സ്ലോ വരും. അപ്പോൾ അത് ബാക്കി കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു രീതി. പക്ഷേ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ ഒരു ടെൻഡൻസി കാണാറുണ്ട്. എങ്കിലും ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് എൻ്റെ പരമാവധി. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്നത്, സാറ് തിയറി പറഞ്ഞതിന് പ്രകാരം ഓരോ കാര്യങ്ങൾ കേട്ടും ഹിസ്റ്ററി നേരെ ചോദിച്ച് വരുമ്പോഴേ നമുക്ക് അതനുസരിച്ച് നമുക്ക് ടൈം, സാധാരണ നമ്മൾ ഈ FSCയിൽ ക്വാളിറ്റി വൈസ് മാനേജ് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻസിനെ നോക്കുമ്പോൾ പരമാവധി ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് 80 പേഷ്യൻറ്റിനെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് അതിൽ കൂടുതൽ ലോഡ് വരുമ്പോൾ ഇതൊരു ഇതാവും. അപ്പം നമ്മുടെ വർക്ക് ലോഡ് സ്റ്റഡി ചെയ്യപ്പെടേണ്ടതും ഇതിനോടനുബന്ധിച്ച് നമുക്ക് KGM വഴി, സ്റ്റേറ്റ് നേതൃത്വം വഴി സർക്കാരിന് മുൻപ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പല പ്രാവശ്യം, അതും ചെയ്യേണ്ടിയിരിക്കുന്നു സാർ. താങ്ക് യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേണുഗോപാൽ സാറേ.
ആ ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി കഴിഞ്ഞിട്ടാണ്. നല്ല നല്ല പ്രോഗ്രാമായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ അസിസ്റ്റൻ്റ് കൂടെ ചെയ്ത് നമ്മൾ ക്ലിനിക്കലി ബേസ്ഡ് ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പറയാമായിരുന്നു എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, അതിന് അടുത്ത മീറ്റിംഗ് കുറച്ചുകൂടെ ഉണ്ടാകണം എന്നുള്ളൊരു സജഷൻ മാത്രമേ ഉള്ളൂ. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഇനി പ്രശ്നമില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യല്ലേ ഡോക്ടർ അജു? സാറേ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ്. ഓക്കെ, താങ്ക്സ് അലോട്ട്. ഗുഡ് നൈറ്റ്. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.